മിനൽ ഇൻസാനി മജ്റദ്ദമി, രക്തസഞ്ചാരമുള്ളയിടത്തൊക്കെ പിശാച് നടക്കും. അതുകൊണ്ട് ഞാൻ പേടിച്ചു, ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈഅൻ, പിശാച് നിങ്ങളുടെ മനസ്സിൽ വല്ലതും ഇട്ട് തരുമോ എന്നെപ്പറ്റി എന്ന് എനിക്കൊരു പേടി തോന്നി. ഞാൻ വിശദീകരിക്കാതെ തന്നെ വേഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞുതരാം. ഇമാം ഇബ്നു ഹജറും ഇമാം ഷാഫി ഇമാമൊക്കെ കൊടുത്ത വിശദീകരണത്തിന് എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹസ്സലമിൻ ആദി റിവായത്ത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യൻസുബു ഇലാ അന്നഹുമാ യവന്നാ ബിഹി സുവൻ, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും തെറ്റിദ്ധരിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് അങ്ങനത്തെ ഒരു ധാരണയില്ല. ലിമാ തഖററ ഇൻദഹു മിൻ സിദ്ഖി ഈമാനിഹിമ്മ, ഇവർ രണ്ടുപേരും മുഅ്മിനീങ്ങളാണെന്ന് റസൂലുള്ളാഹിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട്. വലാകിൻ, പക്ഷേ റസൂലുള്ളാഹി ഖശിയ അലൈഹിമാ, അവർ രണ്ടുപേരുടെ മേൽ റസൂലുള്ളാഹി ഭയപ്പെട്ടു. അൻ യുവസ്വിസ ലഹുമ ശൈത്താൻ അവരെ വസ്വാസാക്കോ നബിക്ക് പേടി. ദാലിക ലിഅന്നഹുമാ ഗൈറു മഅസൂമീൻ, അവർ രണ്ടുപേരും ഇസ്മത്തില്ലാത്ത ആൾക്കാരാണ് സ്വഹാബത്ത്. കണ്ടോ? അപ്പൊ അവരെന്താവും? അപ്പൊ ഇങ്ങനെ അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ തോന്നിയാൽ അത് ഇലൽ ഹലാക്കി, അവരുടെ നാശത്തിലേക്ക് എത്തും. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മോശ അഭിപ്രായം മനസ്സിലുണ്ടാവുക, അത് നാശത്തിലേക്ക് എത്തും. ഫബാദറ ഇലാ ഇലാമിഹിമാ വതഅലീമിഹാ ലിമൻ ബഅദഹുമാ, അപ്പൊ അള്ളാഹിന്റെ റസൂൽ ഉടൻ തന്നെ ഇവർക്ക് ആ വിഷയത്തിൽ വിവരം കൊടുത്തു. കണ്ടോ? ഇത് എന്റെ ഭാര്യ, മറ്റൊരു ഹദീസിൽ ഇത് ഹുയൈന്റെ മോള് സഫിയാണ് കേട്ടോ, എന്ന് വെച്ചാൽ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് പെടരുത് നിങ്ങള്, എന്നെ പറ്റി തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എന്താ ഇപ്പൊ റസൂല് പറഞ്ഞ, ശൈത്താൻ രക്തത്തിൽ കൂടി നടക്കും. ഇവിടെയാണ് നമുക്ക് പിടുത്തം വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇമാം ബസ്സാർ, ഇത് പതുക്കെ പറയേണ്ടി വരും അല്ലെങ്കിൽ വലിയ പ്രശ്ന. ഇമാം ബസ്സാർ പറഞ്ഞു ഫതഅന ഫീ ഹദീസ് സഫിയ ഹാദാ, പിന്നെ വസ്തബഅദ വഖൂഅഹു, ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ അംഗീകരിക്കാൻ പറ്റൂല. ബുഖാരിയിലെ ഹദീസാ. നാളെ എന്നോട് ചോദിക്കണം, മൗലവി എന്തേ നിങ്ങൾ ഹദീസ് നിഷേധിച്ച് കിട്ടിയ ചാൻസിൽ നിങ്ങൾ ബുഖാരിയിലെ ഹദീസ് നിഷേധിക്കാൻ പോയി എന്ന് പറയണ്ട. ഞാനല്ല, ഇമാം ബസ്സാർ ഹദീസ് പണ്ഡിതനാണ്, ഗ്രന്ഥമുള്ള മഹാനാണ്. അദ്ദേഹം പറഞ്ഞു ഫതഅന ഫീ ഹദീസ് സഫിയ, ഈ സഫിയാന്റെ ഹദീസിനെ അദ്ദേഹം ആക്ഷേപിച്ചു. വസ്തബഅദ വഖൂഅഹു, അങ്ങനെ റസൂല് പറയാ അങ്ങനെ ഉണ്ടാവില്ല, ഇബ്ലീസ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് റസൂലുള്ളാഹി പറയാൻ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, ഈ ബുഖാരിക്ക് ഫത്ഹുൽ ബാരി പറഞ്ഞ ഒരു വലിയ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ്. അതുപോലെ ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, പ്രസക്തവും അപ്രസക്തവുമായ. അതിൽപ്പെട്ട ഇമാം ഐനിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഉംദ എന്ന് പറഞ്ഞ കിതാബുണ്ട് കേട്ടോ, ഉംദത്തുൽ ഖാരി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, ഈ പറഞ്ഞ കാര്യം ഇത് യാഥാർത്ഥ്യത്തിലുള്ളതൊന്നും അല്ല, ഇത് യഥാർത്ഥത്തിലല്ല, ഇതൊരു ഇസ്തിയാറത്താണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞത്. നബി പറഞ്ഞെന്താ, രക്തം ഓടുന്നിടത്തൊക്കെ പിശാച് കേറി നടക്കും. ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കൃത്യമായി ഹഖീഖത്തായിട്ട് പറഞ്ഞതല്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ലല്ലോ, എന്നതുപോലെ മനുഷ്യനിൽ നിന്ന് പിശാച് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു മുബാലഗത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ശരീരത്തിൽ കൂടി പിശാച് നടക്കൂല, അതല്ല ഉദ്ദേശിക്കപ്പെട്ടത്. നീ ബാക്കി നിങ്ങളാ തീരുമാനിച്ചാൽ മതി കേട്ടോ. അപ്പൊ പിശാച് ശരീരത്തിൽ കയറിക്കൂടും, അസുഖം ഉണ്ടാക്കും എന്നുള്ളതിനോ മനസ്സിൽ തന്നെ നിർബന്ധമായിട്ട് നമ്മളെ വഴിവേൽപ്പിക്കും എന്നതിനോ ഖുർആനിലോ ഹദീസിലോ സഹിയായ തെളിവില്ല. ഇനി ഇതുമോടനുബന്ധിച്ച രണ്ടാമത്തെ ചോദ്യം, എന്നാൽ സൂറത്ത് അൽ ബഖറയിൽ അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന എന്ന് പറഞ്ഞ ആയത്ത്, 175-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ചില മൗലവിമാര് വയലു പറഞ്ഞു കേട്ടും, ഉസ്മാൻ ഇബ്നു അബീൽ ആസ് എന്ന് പറഞ്ഞ മഹാനായ സ്വഹാബി, അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ തായിഫിലെ കാര്യം നോക്കാൻ വേണ്ടി അയച്ചൊരു മഹാനാ. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പിശാച് കൂടിയ കഥ പറഞ്ഞ സംഭവം പല ആൾക്കാരും വയലു പറയലുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ആ ഉസ്മാൻ ഇബ്നു അബീൽ ആസിയുടെ സംഭവവും അതുപോലെ ഒരു സ്ത്രീയുടെ കുട്ടിയിൽ നിന്ന് ജിന്നിനെ നബി ഇറക്കി കൊടുത്തതും ഒക്കെ പിശാചു ബാധക്ക് തെളിവല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങോട്ട്, നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ പിന്നെ അതെന്താ? വേഗം നോക്കാം നമുക്ക്. ആദ്യത്തെ ഭാഗം നമ്മൾ പലപ്പോഴും സംസാരിക്കേണ്ട, അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു അശ്ശൈത്താനു മിനൽ മസ് ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. കുറച്ചുകൂടി ദീർഘമായ ആയത്താണ്. അള്ളാഹ് സൂറത്ത് ബഖറയിൽ പറയാണ്, പലിശ തിന്നുന്ന ആൾക്കാര്
ലാ യഖൂമുന അവർ എഴുന്നേൽക്കുന്നതല്ല ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി ഭ്രാന്താല് അല്ലെങ്കിൽ പിശാചു ബാധയ നിമിത്തം മറിഞ്ഞു വീണ ആൾക്കാർ എങ്ങനെയാണോ എഴുന്നേൽക്കുക അതുപോലെയാണോ ഈ പലിശ വാങ്ങി തിന്നുന്ന ആൾക്കാരും എഴുന്നേൽക്കുക. പിന്നെ അവിടെ നിന്നൊക്കെ പിന്നെ അള്ളാഹു പറഞ്ഞു ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറഞ്ഞിട്ട് പിന്നെ പഴയ പലിശന്റെ അവസ്ഥ എന്താണ്, ഇസ്ലാമിന്റെ മുമ്പ് വാങ്ങിയത് എങ്ങനെ, ഇതൊക്കെ വെറും പലിശ മാത്രം. അതിന്റെ നടുക്ക് അള്ളാഹു പറഞ്ഞു പലിശ വാങ്ങി തിന്നുന്നവൻ പിശാചുബാധ ഏറ്റവൻ മറിഞ്ഞു വീണത് പോലെ അവൻ മറിഞ്ഞു വീണു പിശാചുബാധ ഏറ്റിട്ട് അവൻ എങ്ങനെ എഴുന്നേൽക്കുക, തട്ടിത്തടഞ്ഞിട്ടല്ലേ. ഇതുപോലെയാണ് പലിശ തിന്നുന്ന ആൾ എഴുന്നേൽക്കുക. ഇത് എപ്പോ എന്ന് അള്ളാഹുന്റെ റസൂൽ സഹിയായ ഹദീസിൽ നമുക്ക് വിവരിച്ചു തന്നു. നാളെ പരലോകത്ത് ഈ ചങ്ങാതിമാരെ വട്ടിപ്പൈസന്റെ ആൾക്കാരെ ഹാജറാക്കുമ്പോൾ അവർ തിന്നതാണല്ലോ, തിന്ന് ആ തിന്ന വയറ് ആരാന്റത് മുഴുവൻ വാങ്ങി തിന്നത് വയറ് വീർത്ത് വീർത്ത് മഹാവലിയ കുമ്പയാകും. എന്നിട്ട് ഇവന് നടക്കാൻ കഴിയില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കാണോ വട്ടിയാണ് ആ വരുന്നവൻ, ആ വരുന്നവൻ വട്ടിയാണ്, ആരാന്റത് പിടിച്ചു വളച്ച് തിന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമാറ് അവന്റെ വയറ് വീർത്തു വരും. ഒന്നാ നടക്കും, എഴുന്നേറ്റ് ഉഷാറായിട്ട് പോകും. പിന്നെ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞല്ലോ മുഅ്മിനീങ്ങൾക്ക് വളരെ സ്പീഡിൽ പോകുക, ആ കൂട്ടത്തോടെ എത്താൻ വേണ്ടി എഴുന്നേറ്റ് നടക്കാൻ നോക്കും, തട്ടിത്തടഞ്ഞു പോകും. ഇതുപോലെ പിശാച് ബാധിച്ചവനെ പോലെ ആണ് ഇവർ എഴുന്നേൽക്കുക. അപ്പൊ നമ്മൾ ആൾക്കാർ പറഞ്ഞു കണ്ടോ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ പിശാച് ബാധിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ? ഇല്ല, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞതോ പറഞ്ഞുതരാം. പിന്നെ ഞാൻ എന്റെ വകയായിട്ടൊന്നും പറയാതെ കൃത്യമായിട്ട് പൂർവികന്മാര് പറഞ്ഞ അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഹദീസിന് കൊടുത്ത വിശദീകരണം ഇത് മാത്രം പറഞ്ഞ് ടൈമിൽ തന്നെ ടൈം അയക്കണം, 3 ചോദ്യം ആയിട്ടുള്ളൂ. അത്തഹബത്തു മഅനാഹു അള്ളർബു അലാ ഗൈരി ഇസ്തിവായിൻ. ഈ മറിഞ്ഞു വീഴുക എന്ന് പറഞ്ഞ ഒരു സൈസ് നേർക്ക് നേരെ അല്ലാത്ത തട്ടിത്തടഞ്ഞ നടത്താണ്. ഒരു കാര്യം കൈകാര്യം ചെയ്തിട്ട് അത് മാനം മര്യാദയ്ക്ക് ആക്കാത്തവനെ പറ്റി ഓന് പിശാച് കൂടി മറിഞ്ഞു വീണവൻ എന്നൊക്കെ പറയലുണ്ട്. പിന്നെ അശ്വായിൻ കണ്ണ് പൊട്ടിയ ഒട്ടകത്തിന്റെ നടത്തത്തിനെ സംബന്ധിച്ച് അറബികൾ ആ പ്രയോഗമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്ത് കിട്ടി അള്ള പറഞ്ഞ പിശാച് ബാധിച്ചവൻ മറിഞ്ഞു വീഴുക. ഈ മറിഞ്ഞു വീഴുക എന്നുള്ള പദം കണ്ണില്ലാത്ത ഒട്ടകങ്ങൾ നടക്കുന്ന അവസ്ഥയെ പറ്റിയും പ്രയോഗിക്കലുണ്ട്. കണ്ടോ, ഒയക്കാലു ബിഹി ഹബ്തത്തും മിൻ ജുനൂനിൻ. ഒരാള് ഈ ഹബ്തത്തുണ്ട് പിരാന്തിനാൽ എന്ന് പറയും അറബിയില്. ഒൽ മസ്സു അൽ ജുനൂനു. ഇവിടെ മസ് എന്ന് പറഞ്ഞാൽ പിരാന്ത് എന്നാ. ഇത് വിശദീകരിച്ചു പറഞ്ഞു കേട്ടോ. ഇനി ഇതിന്റെ ആകത്തുക ഇമാം സമഖ്ശരി പറഞ്ഞത് കേട്ടാ മതി. ജാറുല്ലാഹിൽ സമഖ്ശരി നമ്മളൊക്കെ പലപ്പോഴും തൗഹീദിന് വേണ്ടി ശബ്ദിച്ച മഹാൻ എന്ന രൂപത്തിൽ സമഖ്ശരി ഇമാമിനെ കുറച്ച് ഒന്നൊരു പ്രാധാന്യത്തോടെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു ഐ ലാ യഖൂമൂന ഇദാ ബുഇസു മിൻ ഖുബൂരിഹിം. ഈ പലിശ തിന്ന ആൾക്കാർ എഴുന്നേൽക്കും അവിടെ ഖബറുകളിൽ നിന്നില്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതു ശൈത്താനു. ശൈത്താൻ മറിച്ചിടവനെ പോലെയാണ് എഴുന്നേൽക്കുക. തഹബ്ബുത്തു ശൈത്താൻ മറിച്ചിടുക എന്നുള്ളത് മിൻ സഅമാത്തിൽ അറബികളുടെ ഒരു ജൽപ്പനാണ്. അങ്ങനെ യസഅമൂന അവർക്ക് വാദം ഉണ്ടായിരുന്നു പഴയ കാലത്ത് അറബികള് അന്ന ശൈത്താൻ യഖ്ബത്തുൽ ഇൻസാന ഫയസ്റാഉ. ശൈത്താൻ മനുഷ്യനെ മറിച്ചിടും, അപ്പൊ അവൻ വീഴും. വൽ ഖബ്തു ദർബുൻ ഗൈറൽ ഇസ്തിവാഇ കഖബ്തിൽ അശ്വാഇ ഫവറദ അലാ മാ കാനൂ യഅതഖിദൂൻ. കണ്ടോ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അറബികളുടെ വാദമാണ് പിരാന്ത് പിടിച്ച ആൾക്കാരെ പറ്റി പറയും അറബികള്. എന്താ പറയാ, ഓനെ പെയ്ത്താൻ കൂടിയാണ് എന്ന് പറയും. ഇത് അറബികൾ മാത്രം പറഞ്ഞതല്ല. നോക്ക്, നിങ്ങൾ ഇതിന്റെ അടുത്തൊരു പുസ്തകമുണ്ട്. നമ്മൾ ആൾക്കാർ ഈ സൈക്കോളജിക്കൽ ബുക്കൊന്നും വായിക്കുക. ഈ പുസ്തകം കണ്ട നിങ്ങൾ, ഇത് ഇവിടെ തിരൂരുള്ള ഒരു പ്രസിദ്ധ ഹിപ്നോട്ടിസ്റ്റ് എഴുതിയതാണ്. ഉണ്ടോ, ഹിപ്നോട്ടിസം ഒരു രഹസ്യ പുസ്തകം. ഞാൻ ഇതിന്ന് ഒരു ചെറിയ വാചകം ഞാൻ വായിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ഇതിന്റെ സത്യം എന്നുള്ളത്. പഴയ കാലത്ത് മാനസിക രോഗങ്ങളും പിന്നെ അപസാമാന്യമായ പെരുമാറ്റങ്ങളും മറ്റും ഭൂതപ്രേതാദികളുടെ ഉപദ്രവമായിട്ടാണ് പരിഗണിച്ചു വന്നിരുന്നത്. പഴയ കാലത്ത് പിരാന്തായാൽ
അവനെ സംബന്ധിച്ച് ആൾക്കാർ പറയല് ഓന് ജിന്നു ബാധിച്ചു, ശൈത്താൻ ബാധിച്ചു. ഇങ്ങനെയായിരുന്നു. ഇതിന് പ്രതിവിധി എന്ന നിലയിൽ മന്ത്രവാദവും ഈശ്വര പ്രാർത്ഥനയും മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. റുഖിയ്യ ശറയ്യ അവിടേക്ക് വരും. ഇതൊക്കെ എവിടേക്കാ അവരൊക്കെ പറഞ്ഞതെന്ന് മനഃശാസ്ത്രം പഠിച്ച ആൾക്കാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ബുക്ക് വായിക്കണ്ടേ, ഇതൊക്കെ വായിക്കണ്ടേ? ഇത് വായിക്കൂല. എന്നിട്ടോ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി കരുതി പോരുന്ന ഹിപ്പോക്രാറ്റ്സ് മസ്തിഷ്കത്തിന്റെ തകരാറ് കൊണ്ടാണ് മനോരോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിലയിരുത്തി പിന്നീട് ഇത്തരത്തിലുള്ള നിരവധി അന്വേഷണങ്ങൾ നടന്നു. 1547 ഹെൻറി എട്ടാമൻ ബത്ലഹാമിലെ ആശുപത്രിയിൽ ഭ്രാന്തന്മാരെ കൂടി ചികിത്സിക്കാമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചതോടുകൂടിയാണ് ഭ്രാന്തിനെ ലോകം ഒരു ലോകമായി കണ്ടത്. അള്ള പറഞ്ഞ കറക്റ്റ് ആയില്ലേ? എങ്ങനെ? അറബികൾ പറയുന്ന വാദമായിരുന്നു, ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടായാൽ അയാളെ സംബന്ധിച്ച് പിശാചു ബാധിച്ചവൻ എന്ന് പറയും. അപ്പൊ അള്ള അവിടെ പറഞ്ഞെന്താ? തലക്ക് വട്ടുപിടിച്ചവൻ കുത്തിമറിഞ്ഞു വീഴുന്നത് പോലെയാണ് പലിശ തിന്നുന്നവൻ നാളെ പരലോകത്ത് വരുമ്പോൾ കുത്തിമറിഞ്ഞു വീഴുക. പിരാന്തു ബാധിച്ചവൻ എന്ന് പറയാതെ അറബികൾ അന്ന് ഏത് ശൈലിയിലാണോ പറഞ്ഞത് അതേ ശൈലി അള്ള അത് കടമെടുത്ത് പറഞ്ഞു. അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ പലിശയുടെ ആയത്തിൽ പടച്ചോൻ കൊണ്ട് ഇബ്ലീസ് കൂടുവോ എന്ന് പഠിപ്പിച്ചല്ല. ഇനി ഇതിനെന്താ തെളിവ്? ഇപ്പറഞ്ഞ തെളിവുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ടൈമിന്റെ പരിമിതിയിൽ നിന്നിട്ട് ഞാൻ വളരെ കുറച്ച് പറയാം. ഇമാം ഖഫ്ഫാൽ പറഞ്ഞ അഭിപ്രായമുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചാണ് ഇവിടെ. വദക്കറൽ ഖഫ്ഫാലു ഫീഹി വജ്ഹുൻ ആഖർ وهو أن الناس يضيفون السرعة إلى الشيطان وإلى الجن فخوتبوا على ما تعرفوه من هذا. ജനങ്ങൾ സാധാരണയിൽ പിരാന്ത് ഉണ്ടാകുന്നതിനും മറിഞ്ഞു വീഴല് ശൈത്താൻ ബാധിച്ചു എന്ന പ്രയോഗം ഉണ്ടായിരുന്നു. അപ്പൊ അള്ളാഹു അലാമാ താറഹു ആ ജനക്കൂട്ടത്തിന് അറിയുന്ന ഭാഷയിൽ അള്ള പറഞ്ഞതാണ് എന്നല്ലാതെ ഇവിടെ പിശാച് കൂടും എന്നല്ല അതിന്റെ അർത്ഥം. ഈ ഇബാറത്തൊക്കെ നമ്മളെ പുതിയ മൗലവിമാർ വായിച്ചാൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല, ഒളിപ്പിച്ചു വെക്കും. സുന്നിയാൾ കാരണമായിരിക്കുന്ന കിതാബുകൾ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് അവര് കണ്ടോ പറയും, എന്തുകൊണ്ട് ഈ ഇബാറത്ത് വായിക്കുന്നില്ല, ഈ ഇബാറത്ത് എന്തുകൊണ്ട് വായിക്കുന്നില്ല? അത് നമ്മൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, വൈറൻ മിൻ ആദത്തിൻ നാസി അന്നഹും ഇദാ അറാദു തഖ്ബീഹ ശൈഇൻ അൻ യുളയ്യിഫു ഇല ശൈത്താൻ കമാ ഫീ ഖൗലിഹി തആല ഫല്ലൂഹാ കഅന്നഹു റൂസു ശയാത്തീൻ. ഇമാം ഖഫ്ഫാൽ പറഞ്ഞ റാസി ഇമാം തന്റെ തഫ്സീറിൽ കൊടുത്തിരുന്ന ഞാൻ വായിക്കണം, നിങ്ങൾക്ക് മറിച്ചോക്കിയാൽ കാണും. അദ്ദേഹം പറഞ്ഞു, ഒരു വൃത്തികെട്ട വിഷയത്തെ അത് ശൈത്താനിലേക്ക് ചേർത്തി പറയുക എന്ന് പറഞ്ഞ ജനങ്ങളുടെ ശൈലിയാണ്. അതിന് അദ്ദേഹം പറഞ്ഞു, തെൽഊഹ, അള്ള പറഞ്ഞതാ, തെൽഊഹ ഷജറത്തു സഖൂബ്, നരകത്തിലുള്ള മരത്തിന്റെ കുലകൾ, കഅന്നഹു റൂസു ശയാത്തീൻ, അത് ശൈത്താന്റെ തല പോലെയാണ്. ശൈത്താന്റെ തല നമ്മളാരെങ്കിലും കണ്ടോ? നമ്മളെ തന്നെയല്ലേ ഈ തല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാക്കി നടക്കുന്ന കുട്ടിയോട് നമ്മൾ പറയല്ലേ, എന്താടാ എന്റെ തലയേക്ക് നോക്കിയല്ലേ, ശൈത്താന്റെ തലയ്ക്ക് നോക്കിയായിരിക്കും. ഇത് പറഞ്ഞ വാപ്പ ശൈത്താന്റെ തല കണ്ടിട്ടാ? ഇത് പറഞ്ഞ ഉമ്മ ശൈത്താന്റെ തല കണ്ടിട്ടാ? അല്ല, വൃത്തികെട്ട തലയെ ശൈത്താൻ തല എന്ന് പറയുക. അള്ളാഹു ഇവിടെ അങ്ങനെ തന്നെ ചെയ്തത്. ഒരു വസ്തു മോശമാണെങ്കിൽ അതിനെ ചേർത്തി പറയുക. അപ്പൊ പിരാന്താവുക, പലിശ തിന്നുക എന്ന മോശക്കേടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ കൂടലായിട്ട് അറബികളുടെ സഅമാത്തുൽ അറബ്, അറബികളുടെ ശൈലിയിൽ പറഞ്ഞു. ഇനിയിപ്പോ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ ഖുർആനിൽ പറയാൻ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഇതിനെ കോട്ടി മാറ്റി അള്ള ഖുർആനിൽ പറയണത് എന്ന് പച്ചയിൽ ദുർവ്യാഖ്യാനിച്ച് ശൈത്താന്മാർക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി രണ്ടാമത് ഇവിടെ ചോദിച്ച കാര്യം, പിന്നെ ഉസ്മാൻ ഇബ്നുൽ അബിൽ ആസ് എന്ന് പറഞ്ഞ മഹാന് ശൈത്താൻ കൂടിയല്ലോ, എന്നിട്ട് നബി പുറത്തിറക്കി കൊടുത്തല്ലോ, അത് ശൈത്താൻ കൂടുമെന്നുള്ളതിന് തെളിവല്ലേ? ഈ ഹദീസ് പല ആൾക്കാരും കേട്ടിരിക്കും. നമ്മളെ മറ്റേ സഹോദരങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എന്നോട് പിന്നെ ആദ്യം തന്നെ പ്രസീഡിയത്തിന് പറഞ്ഞിരുന്നു, അവസാനത്താണ്. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നിർത്തേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഏതാനും മിനിറ്റ് കൂടി കേട്ടോ, നമുക്ക് ഇനിയിപ്പോ ഇവിടെ പരിപാടി വേറല്ല, അതുകൊണ്ട് ക്ഷമിക്കുക. ഈ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറഞ്ഞ ആളെ അള്ളാഹുന്റെ റസൂല് തായിഫിലെ കാര്യം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് ഇമാം വെക്കാനും ഇതൊക്കെ അവിടെ ഉത്തരവാദിത്തമൊക്കെ. അപ്പൊ അദ്ദേഹം ഒരിക്കൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഈ കാര്യം പറഞ്ഞപ്പോ, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നി അജിദു ഫീ നഫ്സി ഷൈഅൻ, എനിക്ക് മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു തോന്നല് നബിയെ,
ഷെയ്ത്താൻ തോന്നിച്ചു എന്നോ ഷെയ്ത്താൻ കൂടി എന്നോ ജിന്ന് അങ്ങനെ ആക്കി എന്നോ ഇല്ല ഈ പദത്തിൽ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇന്നി അജിദു ഫീ നഫ്സി ഷൈഅൻ, എന്റെ മനസ്സിൽ ചില തോന്നൽ ഉണ്ട് നബിയെ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ഫജല്ലസനി ബൈന യദൈഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ റസൂൽ എന്നെ ഇരുത്തി. തുമ്മ വളഅ കഫഹു ഫീ സ്വദ്രി ബൈന തദി, എന്റെ മുലകൾക്കിടയിൽ നെഞ്ചത്ത് റസൂലുള്ളാഹി കൈവച്ചു. കണ്ടോ, ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ഇനി ഈ ഹദീസ് തന്നെ ഇമാം മുസ്ലിം മറ്റൊരു സ്ഥലത്ത് കൊടുത്തുകൂടി നമുക്ക് കൂട്ടി വായിക്കാം. അദ്ദേഹം വന്നിട്ട് യാ റസൂലല്ലാഹ്, അദ്ദേഹം എങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ശൈത്താന ഖദ് ഹാല ബൈനി വബൈന സ്വലാത്തി വഖിറാഅത്തി അൽബിസാ, പിശാചി എന്റെ ഓത്തിന്റെ നിസ്കാരത്തിന്റെ ഒക്കെ ഇടയിൽ, എന്റെ നിസ്കാരത്തിന്റെ ഓത്തിന്റെ ഇടയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിശാചി അപ്പ എന്നെ ബാധിക്കുന്നുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ദാക ശൈത്താനും, എനിക്ക് ഈ ഓതുന്ന ഇടയിൽ നിസ്കരിക്കുന്നതിനിടയിൽ വസ്വാസും പ്രശ്നം ഉണ്ടാവുണ്ടോ, അത് ശൈത്താനാണ്. യുഖാൽ ലഹു, ആ ശൈത്താന് ഖൻസബ് എന്നുള്ള പേരുമാണ് എന്ന് പറഞ്ഞു നബി. ഫലമ്മ ഹസസ്തഹു, ഇനി ഈ അനുഭവം നിനക്കുണ്ടായാൽ ഫതഅവ്വദ് ബില്ലാഹി, അല്ലാഹുവോട് നീ കാക്കാൻ പറയണം. വതഫൽ അലാ യസാരിക സലാസൻ, ഇടത്തു ഭാഗത്തേക്ക് ഒരു 3 വട്ടാണ് തുപ്പിൻ ചെയ്തുകൊണ്ടു. ഖാല ഉസ്മാൻ ഇബ്നു അബിൽ ആസ് പറയാണ് ഫഫഅൽതു ദാലിക, ഞാൻ അത് ചെയ്തു. ഫഅദ്ഹബഹു അല്ലാഹു അന്നി, ഈ പ്രശ്നമൊക്കെ അല്ലാഹു എന്നിൽ നിന്ന് മാറ്റി. ഇനി ഇതേ ഹദീസ് തന്നെ കുറച്ച് ഖുറാഫാത്ത് തിരികിയിട്ട് വേറെ കോലത്തിലുണ്ട്, പക്ഷെ മുസ്ലിമിലല്ല. മുസ്ലിമിലും താഴെയുള്ള വേറെ ഗ്രന്ഥങ്ങളില് സംഭവം ഒന്നെന്നെയാണ്. ഇനി എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ വിശദീകരിക്കേണ്ട. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിന് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ശറഹ് എഴുതിയത് മഹാനായ നബിമാമ. നബിമാം പറഞ്ഞു നോക്ക് നിങ്ങൾ, അദ്ദേഹം പറയാ യഹ്തമിൽ അന്നഹു അറാദൽ ഖൗഫ മിൻ ഹുസൂലി ശൈഇൻ മിനൽ കിബ്രി വൽ ഇജാബി, എന്റെ മനസ്സിൽ ചില ഉണ്ടാവുന്നുണ്ട്, തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇത് പിശാചാണ് തോന്നിച്ചത് എന്നോ പിശാച് കൂടിയത് എന്നോ ഒന്നും ഹദീസില്ല. അപ്പൊ നബിമാം പറയാം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് അൽ ഖൗഫ്, വല്ല പേടിയായിരിക്കും, മിൻ ഹുസൂലി ഷൈഇൻ, കിബിർ കൊണ്ടും ഇജാബ് കൊണ്ടും, അഹങ്കാരം മൂലവും ഉൾനാട്യം. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, അതിനാണല്ലോ പ്രൊജിബ് എന്ന് അറിയാം ഭാഷയില്, അത്യാവശ്യം എന്നെ പറ്റി എനിക്ക് ഞാൻ മോശമെല്ലാം തോന്നുക. ഈ അവസ്ഥ കൊണ്ടും അദ്ദേഹത്തിന് വല്ല പേടി തോന്നിയേക്കും. ബി തഖദ്ദുമിഹി അലന്നാസി, ആൾക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹമാണ് ആ മഹാൻ, അവിടൊക്കെ ഇമാമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ വല്ലതും തോന്നിയതിനെ പറ്റിയായിരിക്കും അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നത്. അപ്പോഴോ ഫഅദ്ഹബഹു അല്ലാഹു തആല ബിബറകതി കഫി റസൂലില്ലാ, ഇവിടെ ഒന്നും പേടിക്കണ്ട കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻകൈയിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അത് മാറ്റിക്കൊടുത്തു. റസൂലുള്ളാന്റെ പ്രാർത്ഥന കൊണ്ടും. മുൻകൈയിന്റെ ബർക്കത്ത് കാരണം എന്താ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു ദിവസം റസൂലുള്ളാന്റെ അടുക്ക് കുറച്ച് റൊട്ടി, പിന്നെ ഉമ്മുസ്ലീം കൊടുത്തേച്ച ഒരു ചെറിയ കഷ്ണം റൊട്ടി പൊതിഞ്ഞു കൊണ്ടുപോയി കൊടുക്കുക. അബൂ തൽഹ വന്നാണ് പറഞ്ഞു, നബിക്കൊന്നും മിണ്ടാൻ വയ്യ, ക്ഷീണിച്ച് വിശന്നിട്ടാണ്. കഥ പറയല്ല കേട്ടോ. അപ്പൊ ഉമ്മുസ്ലീം ആകെ ഉണ്ടായ റൊട്ടി കഷ്ണം എടുത്ത് അങ്ങോട്ട് കുട്ടീനെ അടുത്ത് പറഞ്ഞയച്ചു. പള്ളിക്ക് എത്തുന്നതിന് മുമ്പ് റസൂൽ ഇങ്ങോട്ട് ചോദിച്ചു, അബൂ തൽഹ പറഞ്ഞയച്ചാലേ ചോദിച്ചു. ഭക്ഷണത്തിനാണല്ലേ ചോദിച്ചു. ഞങ്ങളാണ് വരികയാണ്. പിന്നെന്താ ചെയ്യാ? അനസ് ഇബ്നു മാലിക് പറഞ്ഞ പയ്യൻ ഓടി പെരീക്കുന്ന്, ഇങ്ങനെയും സംഭവിച്ചു. ആകെ വേജാറെല്ലാം കൊടുക്ക. അള്ളാഹുവിന്റെ റസൂല് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വെക്കാൻ പറഞ്ഞു. ആദ്യം കുറച്ചാൾക്കാർ തിന്നു, പിന്നെ അടുത്ത ആൾക്കാർ തിന്നു, അങ്ങനെ തിന്നു. എത്ര ആള്? 70-ലധികം ആളാണ് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെന്താ? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗം. അതെന്നെ ഇപ്പൊ ഇവിടെ കഫ് കൊണ്ട് ഉദ്ദേശമുള്ളൂ കേട്ടോ, എന്നല്ലാതെ മുടിവെള്ളമല്ല ഉദ്ദേശം. അങ്ങനെ കേൾക്കുമ്പോ നീ മുടിവെള്ളം, എന്നാ പിന്നെ അങ്ങനെ നബിന്റെ മുൻകൈയിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നബിന്റെ മുടിക്കുണ്ടാവില്ല വഹാബിയെ എന്ന് ചോദ്യം വരാതിരിക്കാൻ ആദ്യം നിന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നെ മുഅ്ജിസത്തിന്റെ ഭാഗമായി. ഇനി രണ്ടാമത്തെ രൂപം ഇവിടെ എന്താ അദ്ദേഹം പറഞ്ഞത്? നബി എന്റെ നിസ്കാരത്തിന്റെ ഓത്തിന്റെ അടിയിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാവുണ്ടല്ലോ. ഉണ്ടോ? അത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വസ്വാസം ഉണ്ടാവും. അപ്പൊ നമുക്കുണ്ടാവല്ലേ? അള്ളാഹുന്റെ റസൂല് പറഞ്ഞതാ, പിശാച് ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നാ നമ്മളെ മനസ്സിൽ ദുർമന്ത്രം നടത്തും. ഉദ്കുർക്കഥ ഇന്നത് ഓർത്തോ.
ക്രിക്കറ്റിന് മുമ്പ് അറിയാത്ത കണക്കൊക്കെ നിസ്കാരം കഴിഞ്ഞെന്നാ പിന്നെ നമുക്ക് കണക്ക് വേഗം കിട്ടുമല്ലോ. എന്താ ചിന്ത കണക്കിന്റെ കൂടെ പോവുക, പിശാചാണത്. ഉദുക്കുർക്കഥാവക്കഥ ആത്മീയത, നിസ്കാരത്തിന്റെ കയമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇന്നതോർത്തോ. ആ പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൗസൂസായിരുന്നു അദ്ദേഹം, വസ്വാസ് ഉണ്ടായിരുന്നു. ആ വസ്വാസിനെ പറ്റിയ റസൂലുള്ളാഹിനോട് പറഞ്ഞത്. അപ്പൊ റസൂൽ പറഞ്ഞു ഇവിടെ അടുത്തിരിക്കുന്നു പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കൈവച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് മാറി. അല്ലെങ്കിലും പ്രാർത്ഥിക്കുമ്പോ രോഗിന്റെ അടുത്ത് എന്നിട്ട് നമ്മൾ തലയിൽ കൈവച്ചാണല്ലേ പ്രാർത്ഥിക്കേണ്ടത്. കൈമോടെ ഒഴിഞ്ഞു കൊടുത്ത ഹദീസില്ലേ, രോഗിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കാതെ നമ്മളെ കയ്യിന് വല്ല ബർക്കത്തുണ്ടായതുകൊണ്ടോ പിശാച് കയ്യുമൂടെ ഇറങ്ങിപ്പോവാൻ വേണ്ടിയോ അല്ലല്ലോ. സമാശ്വസത്തിന്റെ രൂപം അല്ലെ, ഒരു രോഗിയുടെ തലയിൽ വെച്ച് ദുആയിരുന്നു കൊടുക്കുക. ഇവിടെ മഹാനായ റസൂലുള്ളാഹി ചെയ്തത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എന്റെ മുലയുടെ ഇടയിൽ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട്. അത് റസൂൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി മുഅല്ലിമുൽ ഖുർആൻ, പടച്ചവനെ ഇദ്ദേഹത്തിന് ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞ നെഞ്ചത്ത് ഇങ്ങനെ പറഞ്ഞാണ് ദ്വാരം കൊടുത്തത്. അപ്പൊ ഇതിലൊന്നും ശൈത്താനൂല ജിന്നൂല, വെറുതെ ശൈത്താന് ജിന്നിന്റെ ആൾക്കാര്, നബി ഇമാമിന്റെ ശറഹ് മുസ്ലിം വായിക്കാത്ത ആൾക്കാര്, ഇവൻ വായിച്ചാൽ പോലും ഒളിപ്പിച്ചു വെക്കുന്ന ആൾക്കാര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ്. അതിൽ പെടണ്ട. ഇനി ഇതിന് വന്ന് വേറെ ചോദ്യം നിങ്ങൾ കേട്ടക്കും. ഞാൻ വായിക്കുമ്പോഴേക്കും നമ്മൾ സമയത്തിന്റെ ലിമിറ്റ് വിടും. ഒരു യാത്രയിൽ പറയാ, ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു. മറർ നബി ഇമ്രാത്തിൻ ജാലിസ മഅഹ സബിയുല്ലഹ. ഞങ്ങൾ ഒരു യാത്രയിൽ റസൂലുള്ളാഹിന്റെ കൂടെ പോയപ്പോ ഒരു പെണ്ണുണ്ടായിരുന്നു. അവിടെ ഓളടുത്തുള്ള കുട്ടിയുണ്ട്. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, ഇതിപ്പോ വല്ലാതെ ഫേസ്ബുക്കിലൊക്കെ നിരന്തരം ഓടുന്ന ഒരു ഹദീസാണ്, കൃത്യമായി മനസ്സിലാക്കുക. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഹാദാ സബി, ഇതിന്റെ കുഞ്ഞാണ്. അസാബഹു ബലാഉൻ വഅസാമനാ മിൻഹു ബലാഉൻ, ഈ കുട്ടിക്ക് ഒരു ബലാ, ഒരു പരീക്ഷണം, ഒരു വിപത്ത് നേരിട്ടുണ്ട്. എന്തോ വിപത്ത് എന്ന് പറയുന്നില്ല, ഈ കുട്ടിക്കൊരു ഇടങ്ങേറുണ്ട് നബിയെ, അതുകൊണ്ട് വഅസാമനാ മിൻഹു ബലാഉൻ, ആ കുട്ടിയുടെ കാരണത്താൽ ഞങ്ങൾക്കും വിപത്തുണ്ടാവുന്നുണ്ട്. രോഗായിരിക്കാം, മാനസിക പ്രശ്നമായിരിക്കാം, എന്തും ആവാം. അപ്പൊ വകാല റസൂലുള്ളാഹി പറഞ്ഞു, രാവിൽ നീ ആ കുട്ടിയുടെ അടുപ്പിക്ക് ഫറഫഅത്ഹു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കുട്ടിയെ ഉയർത്തി കാണിച്ചു കൊടുത്തു. ഫനഫസ ഫീഹി സലാസന, കുട്ടിയിൽ 3 നഫ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ സന്ദർഭത്തില് പിന്നെ എങ്ങനെ തുപ്പലില്ലാത്ത ഒരു സൈസ് നമ്മള് സുന്നി മൗലിയമാരൊക്കെ പഴയ കാലത്ത് കുപ്പിയിൽ ഊതല്ല പറഞ്ഞിട്ട് തുപ്പല് പാറ്റുണ്ടോന്നാ പാറ്റുണ്ട്, എന്നാ മേലത്തേക്ക് തുപ്പലായോ ആയിട്ടില്ല, കുപ്പിക്ക് തുപ്പലായോ ഇല്ല, എന്നാ കേവല ശ്വാസയക്കലാണോ അതും അല്ല. അല്ല, നബി അങ്ങനെ 3 വട്ടം ചെയ്തു. എന്നിട്ട് നബി പറഞ്ഞു, വഖാല ബിസ്മില്ലാ അന അബ്ദുല്ലാഹ് യ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു ദൂരെ പോയിക്കോ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പേര് കൊണ്ട്. പിന്നെ അതോടുകൂടി ആ കുട്ടിക്ക് അസുഖം മാറി. പിന്നെ ഈ പെണ്ണ് കുറെ ഗിഫ്റ്റ് കൊടുത്ത കുറച്ച് നീണ്ട ഹദീസാണ്. ഇനി ഇതേ ഹദീസ് തന്നെ വേറെ രൂപത്തിലും വന്നിട്ടുണ്ട്. അവിടെയും പറഞ്ഞതാ, ഇവിടെ കുട്ടിക്ക് രോഗം പറയുന്നത് ബിഹി ജിന്നത്തുൻ, ഇനി പിരാന്തുണ്ട് എന്ന് പറയേണ്ടത് റസൂലുള്ളാഹിനോട്. അപ്പുറം റസൂൽ കുട്ടിയെ അടുത്ത് പിടിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു, ഉഖ്റുജ് ഇന്നി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ ആൾക്കാർ പറയും, ഇവിടെ കണ്ടോ ജിന്നിനെ ഇറക്കിയേക്കാണ് നബി, ഊതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ജിന്നിനെ ഇറക്കി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഒരു ഹുജ്ജത്തിന് പറ്റാൻ മാത്രം, ഒരു അഖീദ സ്ഥാപിക്കാൻ മാത്രം ബലമുള്ളതല്ല ഈ ഹദീസ്. ഒരുപാട് ഹദീസിൽ ഒരുപാട് കള്ളന്മാര് കടന്നുകൂടിയ ധാരാളം പരമ്പര വന്നിട്ടുണ്ട്. ഇതിൽ ഹുജ്ജത്തിന് പറ്റാൻ മാത്രം സിഹത്തില്ല. ഇനി ഏതെങ്കിലും ചില റിപ്പോർട്ട് ശരിയാണെങ്കിൽ പോലും ഇത്തരം വലിയൊരു കാര്യം. ഇനി നിങ്ങൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മോട് ഈ ശൈത്താന്മാരെ കാര്യത്തിൽ ഓഫർ ചെയ്തത് ഫത്തഖിദുഹു അദുവ, അവനെ ശത്രുവാണ്. എന്നിട്ട് ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹ് പറഞ്ഞെന്ത്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നു, രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം, നിസ്കാരത്തിന് ശേഷം 3 വട്ടം, പിന്നെ 3 വട്ടം അല്ലാത്ത വട്ടമുണ്ട്, കിടന്നുറങ്ങുമ്പോ 3 വട്ടം. അവിടെ ഒക്കെ എന്താ നമ്മളെ കൊണ്ട് അല്ലാഹ് തേടിപ്പിക്കുന്നത്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനസ്സിൽ വസ്വാസ്. ഇതിപ്പോ നമുക്കൊക്കെ അനുഭവം, പ്രാക്ടിക്കലായ അനുഭവമാണ്. അല്ലാഹു തആല പഠിപ്പിച്ചെന്ന കാര്യം, നമ്മളിലൊക്കെ പിശാചിന്റെ പൈശാചിക ഭാവം, മനസ്സ് തെറ്റിലേക്ക് നീങ്ങൽ, നന്മക്ക് മുടക്ക്, ഇതൊക്കെ നമുക്ക് തോന്നലുണ്ട്. എന്നാ ഈ പറഞ്ഞു നടക്കുന്ന മൗലവിമാരെ നേതാക്കന്മാർക്ക് എവിടെയും ശൈത്താൻ കൂടിയിട്ടുണ്ടോ? ഉണ്ടാവില്ല, ഓൽക്ക് കൂടൂല. പിന്നെ ആർക്കാ? നാട്ടുകാർക്ക്. ഈ കാര്യം ചില മഹാന്മാര് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞ എനിക്കറിയില്ലേ, ഈ ശൈത്താൻ കൂടുക ഈ കാര്യങ്ങളൊക്കെ മഹാന്മാർക്ക് ഉണ്ടാവൂല എന്നാ. മഹാന്മാർക്ക് ഉണ്ടാവൂല, അങ്ങനത്തെ ഒരു സംഭവം കാണാൻ സാധ്യമല്ല.
അന്തേ അതെങ്ങനെയാണ്? പിന്നെ കിട്ടാർക്ക അത് ദുർബല മനസ്ഥിതിക്കാരായ ആൾക്കാർക്കേ കുടുങ്ങുള്ളൂ. അങ്ങനെയാണ്. ദുർബല മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ബുദ്ധിയുള്ള ആൾക്കാർക്ക്, മഹാന്മാർ കിതാബ് ആണ്, അബു സഅദിന്റെ തഫ്സീർ ആണെങ്കിൽ മറച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വായിക്കുമ്പോൾ നേരം വൈകും. അബു സഅദിന്റെ തഫ്സീർ, പിന്നെ ഇമാം റാസിന്റെ തഫ്സീലൊക്കെ പറയുന്നുണ്ട്, ഉഖലായ ഫുളലാഇന് പിശാചി ബാധിക്കൂലെന്നാ. അതായത് ജിന്ന് ശൈത്താൻ കൂടുതൽ ഉണ്ടാവൂല. അതെന്താ അന്നത്തെ കാലത്തെ ചോദ്യം? അഖലാനികളെ ചോദ്യമാണല്ലേ, അന്നത്തെ മഹാന്മാരുടെ ചോദ്യമാണ്, പണ്ഡിതന്മാരുടെ ചോദ്യം. എന്തുകൊണ്ട് ഫുളലായിങ്ങളായ ഉഖലായിങ്ങൾക്ക്, നേതാക്കന്മാരായ ബുദ്ധിമാന്മാർക്ക് എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടിക്ക് ശൈത്താൻ കൂടി നിങ്ങളെയും കേട്ടോ? പോട്ടെ, മുമ്പത്തെ നായനാർക്ക് കൂടിയോ? CH മുഹമ്മദ് കോയക്ക് കൂടിയോ? ശൈത്താൻ കൂടിയോ? മൻമോഹൻ സിംഗിന് കൂടിയിട്ടില്ല. മന്ത്രിമാർക്കാരെയും ശൈത്താൻ കൂടിയാണ് അവരെ ഇളകി പറയലുണ്ടോ? കൂടൂല. അങ്ങനെ കൂടി പറയാൻ മാത്രമുള്ള മനസ്സേ അവർക്കുള്ളെങ്കിൽ അവരാ സ്ഥാനത്തിന് പറ്റൂല, വേറെ വല്ല പണിക്കും വിടേണ്ടി വരും. ഈ ചിന്ത വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാർ ചിന്തിച്ചു. എന്താ ഫുളലാങ്ങളായ ഉഖലായിന് ഉണ്ടാവാത്തത്? എന്നിട്ട് അവരതിന് പറഞ്ഞ മറുപടി ശൈത്താൻ കൂടുതൽ ഈ രോഗം ഉണ്ടാക്കുക എന്നൊക്കെ. ഖലലും ഫിൽ ഉഖൂലി, ബുദ്ധിക്ക് കുഴപ്പമില്ല, മന്ദപ്പന്മാർക്ക്, മന്ദ ബുദ്ധികൾക്ക് അത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അതാ ഇമാം റാസി പറഞ്ഞ ഒരൊറ്റ ഇബാറത്തോടെയും വായിച്ച് ഈ ചോദ്യത്തിൽ നിന്ന് മാറുകയാണ്. എന്താ ഇമാം റാസി പറഞ്ഞത്? അദ്ദേഹം പിന്നെ സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓ മിൻ ആദിഹിൽ ആയത്തിൽ കരീം, ഈ ആയത്തിൽ നിന്ന്, വലാഹിറു ആദിഹിൽ ആയത്തി, ഈ ആയത്ത്, അലാ അന്ന ശൈത്താന ലാ ഖുദ്റത അലാ തസ്രീഇൽ ഇൻസാനി, ഒരു മനുഷ്യനെ മറിച്ചിടാനോ, വഅലാ തഅവീജി അളാഹി, അവന്റെ അവയവം വികൃതമാക്കാനോ, വഅലാ ഇസാലത്തിൽ അഖ്ലി അൻഹു, അവന്റെ ബുദ്ധി നീക്കാനോ സാധ്യമല്ല എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ മാകാന അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു അധികാരം ഉണ്ടായിരുന്നില്ല. ഈ ആയത്തു തെളിവാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ കിതാബ് എഴുതിയ മഹാനാണ് റാസി ഇമാം. ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തില്. അപ്പൊ എത്ര വർഷം മുമ്പ് നോക്കി നിങ്ങൾ അന്ന്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഈ വാദക്കാർ കമാ യഖൂലുൽ ഹശ്വിയത്തു വൽ അവാം, നാടൻ കാക്കാര്, തഫ്സീർ അബു സഊദിലൊക്കെ പറഞ്ഞമാർക്ക് ബുദ്ധി പോരാത്ത ആൾക്കാര്, അവർക്ക് ഇങ്ങനെ ജൽപ്പനമുണ്ട്. അതുപോലെ തന്നെ ഹശ്വിയാക്കൾ, കമാ യഖൂലുൽ ഹശ്വിയത്തു വൽ അവാം, ബുദ്ധിയില്ലാത്ത മന്ദപ്പന്മാര്, മന്ദബുദ്ധിയുടെ ആൾക്കാരും നാടന്മാരും ഈ വാദം പ്രയോഗിക്കലുണ്ട്. അതുപോലെ പിശാചിന് കൂടാൻ കഴിയൂല. പോരെത്രക പോരെ നമുക്ക്. അപ്പോ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബുദ്ധിയില്ലാത്ത ആൾക്കാര് പിശാച് കൂടുമെന്ന് പറഞ്ഞു നടന്നിരുന്നു, പിശാച് രോഗമുണ്ടാക്കുമെന്ന് പറഞ്ഞു നടന്നിരുന്നു, പിശാചിനെ അടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് അന്ന് മഹാനായ റാസി ഇമാം, അദ്ദേഹം ശരിക്കും ഒരു നവോത്ഥാനത്തിന്റെ ആളാ. അന്ന് ISM-ഉം KNM-ഉം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെ അദ്ദേഹം മെമ്പർഷിപ്പ് എടുക്കുമായിരുന്നേനെ. അന്ന് അദ്ദേഹം മറുപടി കൊടുത്തു, ഇത് വിവരമില്ലാത്തവന്റെ വാദമാണ്, പിശാചിന് ആ കഴിവൊന്നുമില്ല. ഇനി അടുത്ത ചോദ്യം, ജിന്നും ശൈത്താനും ശരീരത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കിയ വ്യക്തികളിൽ റുഖിയ ശർഇയ്യ നടത്തിയും അടി കൊടുത്തും അവറ്റകളെ ഇറക്കി വിടുന്നത് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ പോലും നിരന്തരം കാണുന്നതാണല്ലോ. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് നിഷേധിക്കുന്നത്? നല്ലൊരു പ്രസക്തമായ ചോദ്യ. ജിന്ന് കയറിയതാണ്, ശൈത്താൻ കയറിയതാണ്, എന്നിട്ട് ശരീരത്തിൽ പ്രവേശിച്ച് രോഗം ഉണ്ടാക്കുക, അങ്ങനെ കയ്യും കാലും റാസിമാൻ പറഞ്ഞ പോലെ തഅവീജാകാൻ അവയവം വികൃതാക്കുക, കൈ ഇങ്ങനെ കൂടുക, മൂന്ന് അങ്ങോട്ടാക്കുക, തല ഇങ്ങനെ ആക്കുക. ഇങ്ങനത്തെ ആൾക്കാരെ റുഖിയ ശർഇയ്യ നടത്തിയിട്ട് അടി കൊടുത്ത് അവറ്റകളെ ഇറക്കി വിടുന്നത് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ പോലും നിരന്തരം കാണുന്നതാണല്ലോ. ഈ ഗൾഫിൽ പോക്കാണ് ഇപ്പൊ ആകെ പ്രശ്നം ഉണ്ടാക്കിയത്. നോട്ടൊക്കെ അവിടത്തേക്കാണ്. അത് ചോദ്യത്തിലുള്ളത് വളരെ പ്രസക്ത. യൂട്യൂബ് നോക്കിയാ ജിന്നാളെ പറ്റി അടിച്ചാൽ തന്നെ കയറല്, ഇറങ്ങല്, ഇറക്കല്, അടിച്ചല്, ഇടിക്കല്, അല്ലെ? ഇപ്പൊ ചില പണ്ഡിതന്മാരുടെ പ്രസംഗത്തിൽ കാണില്ലേ, നമ്മളൊരു ക്രിസ്തീയ സുവിശേഷ പ്രഭാഷകൻ ഉണ്ടല്ലോ, ആളെ പേര് ഞാൻ പറഞ്ഞില്ല, TV-യിൽ ഉണ്ടാകുന്ന അയാളെ പ്രകാരം, അയാളുണ്ട് ആയിരക്കണക്കിന് പിശാചികളെ റുഖിയ ശർഇയ്യ, അവരുടെ റുഖിയ ശർഇയ്യ അതിട്ട് അയാൾ ഇറക്കുന്നുണ്ട്. ഇനി വേണ്ട ആൾക്കാർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി, പിന്നെ ഈജിപ്തിലുണ്ട് ഒരു അറിയപ്പെട്ട പള്ളിയിലച്ചൻ, ക്രിസ്തീയ പുരോഹിതൻ, അൽ യൂനാനി, മക്കാരി അൽ യൂനാനി, അൽ അബുൽ മക്കാരി അൽ യൂനാനി എന്നയാളുടെ പേര്. ഇംഗ്ലീഷിൽ ഫാദർ മക്കാരി എന്ന് അടിച്ചാൽ മതി യൂട്യൂബിൽ. അയാൾ ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് തന്നെ ജിന്നിറക്കി കൊടുക്കുന്നുണ്ട്.
മൂപ്പരെ റുഖിയ ശറയ്യ എടുത്തിട്ട് എന്താ മൂപ്പരെ റുഖിയ ശറയ്യ അദ്ദേഹം പറഞ്ഞത് എന്താന്നോ, സുൽത്താനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്നോട് ഞാൻ പറഞ്ഞു ഒഹ്റുഖ്, ഇങ്ങോട്ട് ഇറങ്ങിപ്പോ, ഒഹ്റുജ് ഇറങ്ങിപ്പോന്ന് പറയുന്നത് വെള്ളം കുറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൗലവിന്റെ മേത്ത് ഈജിപ്തിലൊരു മൗലവി ദായിയ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കണ മൗലവിയ, നല്ല സലഫിയാളെ താടി പറഞ്ഞ താടിയുണ്ട്, അയാളെ പിടിച്ചാണ് ജിന്നിറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ ഫാദർ മൂപ്പരോട് മസീഹാരാന്ന് ചോദിക്കോ ഹോ അള്ളാന്ന് ഇയാളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ഇയാളെ കുഫിരിയത്തിലേക്ക് കൊണ്ടുപോയിട്ടാ മൂപ്പര് വിടുന്നത്. ഇഷ്ടംപോലെ എനിക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കൾ ഇറക്കുന്നുണ്ട് അല്ലെ ദേവീ ദേവന്മാർ. അപ്പൊ ഈ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ എന്താ ഇപ്പൊ അർത്ഥം? കുരിശ് കണ്ടാലും ഷെയ്ത്താന് പേടി, റുഖിയ ശറയ്യ കേട്ടാലും ഷെയ്ത്താന് പേടി, മുല്ലക്കരന്റെ ബൈബിൾ വചനം കേട്ടാലും ഷെയ്ത്താന് പേടി. ഈ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ ഇതിനൊക്കെ പാടല്ലോ ചങ്ങയ്യ. അപ്പൊ പിന്നെ എന്താണിത്? നമ്മളാൾക്കാർ പറഞ്ഞ റുഖിയ ശറയ്യ നടത്തിയാലേ ഷെയ്ത്താൻ കൂടും, അത് ഇതാണ്. അത് റുഖിയ ശറയ്യ നടത്തിയാൽ മാത്രമേ ഇറങ്ങുള്ളൂ. അല്ല, കേവലം കുരിശ് കാട്ടിയിട്ട് യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞാൽ വരെ ഇഷ്ടം പോലെ പിശാചും ജിന്നും ഇറങ്ങിപ്പോണ്ട് അല്ലെ. ഒരു പിന്നെ ക്രിസ്തീയ രംഗത്തൊരു അറിയപ്പെട്ട പണ്ഡിതനോ നാട്ടിലൊരു അറിയപ്പെട്ട പണ്ഡിതനോ അല്ല ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പിന്നെ ഈ ക്രിസ്തീയ വചന പ്രഖ്യാപനമൊക്കെ നടത്തുന്ന പ്രഘോഷണം നടത്തുന്ന ഈ വ്യക്തി. അയാൾ പോലും ആയിരക്കണക്കിന് ശൈത്താന്മാരെ ഇറക്കുന്ന ക്ലിപ്പ് ചില പണ്ഡിതന്മാരുടെ പ്രഭാഷണത്തിൽ കാണാൻ സാധിക്കും. യൂട്യൂബിലും കിട്ടുമെന്നാണ് ധാരണ. അപ്പൊ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാതെ ഈ ബുക്കിലേക്ക് ഒന്നുകൂടിയും പോകാം. ഈ ബുക്ക് മാത്രമല്ല, ഈ ആശയത്തിലുള്ള കുറെ പുസ്തകങ്ങൾ വിഷയമായിട്ട് സൈക്കോളജിക്കലായിട്ട് എഴുതിയ നമ്മളെ മൗലവിമാരെ ആദ്യം കൊണ്ടുപോയിട്ട് ഈ ബുക്കൊക്കെ ഒന്ന് വായിപ്പിച്ചാൽ മതി. എന്നാ ഈ പൊട്ടപ്പോയത്തരം പറച്ചിൽ കുറെയൊക്കെ നിർത്തും അവര്. ഇതൊന്നും വായിക്കൂല, സ്വയം അറിയില്ല, സ്വയം പഠിക്കൂല, ഇനി പഠിച്ച വിഡിത്തം മറക്കൂല, എന്നിട്ട് അതിന്മേൽ ജനങ്ങളെ സ്വീപ്പാക്കാണ്. കേൾക്കുക, ഏതൊരു ഹിപ്നോട്ടിസ്റ്റിനും വളരെ പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ചില രോഗങ്ങളാണ് പ്രേതബാധ, ഭൂതബാധ എന്നിവ. മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെ ഗ്ലാസോലാലിയ എന്നാണ് വിളിക്കുന്നത്. സാധാരണ ഇന്ത്യക്കാരിലും ആഫ്രിക്കൻ രാജ്യക്കാരിലുമാണ് ഇത്തരം ബാധോപദ്രവങ്ങൾ കൂടുതലും കാണുന്നത്. ഈ ബുക്ക് എഴുതിയ ആളൊന്ന് ഗൾഫ് കൊണ്ടോണം, എന്നിട്ട് സലഫിയാക്കൾ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരോട് കാണിച്ചു കൊടുക്കണം. എന്നാ മൂപ്പരിന് അടുത്ത ബുക്ക് എഴുതുമ്പോൾ കൂടിയും പറയുന്നത് ഇത് അദ്ദേഹം കാണാത്തോണ്ടായിരിക്കും. അപ്പോ എന്താണ് ഇത് അമിതമാക്കണ്ടോ? പരേതാത്മാക്കളിൽ അമിതമായി വിശ്വസിക്കുന്ന സംസ്കാരമാണ് അവരുടേത് എന്ന് എത്ര ഇതിനു കാണും. എങ്കിലും മറ്റു രാഷ്ട്രങ്ങളിലും ഇത്തരം രോഗബാധ ഇല്ലാതില്ല. ഈ വർഗത്തിൽപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പൊതുവെ പൊസഷൻ സിൻഡ്രം എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. രോഗി മരിച്ചുപോയവരുടെയോ കുട്ടിച്ചാത്തന്റെയോ ബ്രാക്കറ്റിൽ കഥകളിൽ നിന്നു കേട്ടു വന്ന രീതി, ദേവതകളുടെയോ സ്വഭാവവും പ്രവൃത്തിയും അനുകരിക്കുകയാണ് ഇതിന്റെ ലക്ഷണം. ഈ പറഞ്ഞ വളരെ ശ്രദ്ധിച്ചങ്ങൾ, ജിന്നും ശൈത്താനും കൂടുന്ന ആൾക്കാർ അവര് കേട്ട കഥയിൽ നിന്നുള്ളതേ അവര് ആ സന്ദർഭത്തിൽ പ്രയോഗിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ജിന്നു കൂടിയ നാട്ടിലത്തെ ഒരു ചങ്ങാതി ഞാൻ ചന്ദ്രയാൻ ഉണ്ടാക്കുകയാണ്, ഞാൻ തൽക്കാലം ഒന്ന് ചന്ദ്രനിൽ പോയിട്ടെന്ന് പറഞ്ഞോ? പറയില്ല. കാരണം അവൻ അതിനെ സംബന്ധിച്ച് വലിയ പരിചയം ഉണ്ടാവില്ല. അവന് പരിചയമല്ല, മറ്റോൻ ചെയ്തു മറിച്ചോൻ ചെയ്തു, ഇന്നോൻ കൂടിയതാണ്. എന്നിട്ട് ഇതുപോലത്തെ അനുഭവം ഇതിന്റെ ലാസ്റ്റ് അയാള് ഇറക്കി വിട്ട് സുധീർ എന്ന് പറഞ്ഞ ആള് ഇറക്കി വിട്ട കുറെ ജിന്നുകളെ കഥ പറയേണ്ടതിൽ വെറും ഹിപ്നോട്ടിസ് ചെയ്തിട്ട് നമുക്ക് എന്താ പരീക്ഷ? നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും, നമ്മളേതെങ്കിലും മൗലവിന്റെ ആരെങ്കിലും, ഈ പുതിയ വാദക്കാരായ ആൾക്കാരുടെ ആരെങ്കിലും ഇങ്ങനെ ജിന്നു കൂടിയവരുണ്ടെങ്കിൽ തിരൂരുണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നെ ഈ ചികിത്സാ സ്ഥലം ഒന്ന് കൊണ്ടുപോയി നോക്കുക. ഇത് കണ്ട അദ്ദേഹം പറഞ്ഞത് റസിയ എന്ന പെൺകുട്ടി, ആ കുട്ടിക്ക് ജിന്നു കൂടിയതും ഇദ്ദേഹം ഹിപ്നോട്ടിസ് ചെയ്ത് ഇറക്കി കൊടുത്ത. തീച്ചാമുണ്ടി, സഖാവിന്റെ പ്രേതം, പ്രവാചകൻ, ഒരു മോലിയാറ്റിക്ക് ജിന്നൂടിയതാ. മൂപ്പയ്ക്ക് ഞാൻ റസൂലാന്ന് തോന്നല് വിശദമായിട്ട് പറയേണ്ടത് കേട്ടോ, വായിക്കാൻ നമുക്ക് നേരല്ല. മോലിയാറ്റിക്ക് ജിന്നൂടിയപ്പോ അല്ലെ സഫാറിനേക്കാൾ മുടിവെള്ളം കുടിച്ച് ഇറങ്ങിയതായിരിക്കും. അയാള് പിന്നെ മൂപ്പരെന്നെ റസൂലാണ്, ഞാൻ റസൂലാണ്, ഞാൻ സമാധാനത്തിന്റെ ആളാ. എന്നിട്ട് മൂപ്പർക്ക് കൂടിയ ജിന്ന് മൂപ്പരോട് പറയിപ്പിക്കണം എന്താണെന്നറിയോ? സമാധാനം ഉണ്ടാവാന്, വർഗീയത ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാരും എല്ലാ മതത്തുനിന്നും പെണ്ണിട്ടാ. അപ്പൊ സോക്കട് ചിലപ്പോ അതുമായിരിക്കും. ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ അപ്പൊ പിന്നെ പ്രശ്നം നിന്നു. മുഹമ്മദ് സോസമ്മനും കെട്ടുക, അങ്ങോട്ടും കെട്ടുക ഇങ്ങോട്ടും കെട്ടുക, ഇങ്ങനെ സമാധാനം ഉണ്ടാക്കണം എന്നാ മോലിയാറ്റിക്ക് നബി, മൂപ്പരിൽ കൂടിയ നബി ബോധം നൽകിയത് എന്നാ. പിന്നെ ഏർവാടി ഒരു പെണ്ണിനെ ഒരാൾ കെട്ടി, ചങ്ങായി ഇവിടെ ആക്കിയിട്ട് ഗൾഫിക്ക് പോയി. നാത്തൂനാണെങ്കിൽ വെറും ജാറും ഏർവാടിയും ഷെയ്ഖന്മാരുമായിട്ട് നടക്കുന്ന ആളേനി.
അതിനുള്ള മന്ത്രവും ചന്ദനത്തിരിയും കത്തിച്ച് സലാത്തും പൂജയായിട്ട് ഒറ്റപ്പെട്ട ഈ അവസ്ഥയില് കല്യാണം കഴിഞ്ഞ പാടെ ഭർത്താവ് ഗൾഫിക്ക് പോയപ്പോ നാത്തൂന്റെ ഒരു പേടിപ്പിക്കലൂടെ ആയപ്പോ പുതിയ മരുകൾക്ക് ഏറുപടിയിലെ ശുഹദാക്കൾ എന്ന് പറഞ്ഞ ജിന്നുകൾ കൂടി. ഇതാണ് ഈ ജിന്നു കൂടൽ മുഴുവൻ അവനവന്റെ തോന്നൽ. എന്താ ഇവര് പറഞ്ഞ പതിയിലിരിക്കുന്ന ബഹുഭൂരിഭാഗം ആൾക്കാരും മിക്കവാറും മഠഭൂരികളായിരിക്കുമല്ലേ മറ്റോലെ ഭാഷ. എന്താ നിങ്ങൾക്കാർക്കും ജിന്നുകൾ കൂടാത്ത? എന്താ നമ്മളത്ര വലിയ പേടിയാ ജിന്നുകൾക്ക്? നമ്മളത്ര പേടിയാണോ? നമ്മളെ പേടിച്ചിട്ടല്ല, നമ്മളെ വിശ്വാസത്തെ പേടിയാ. നമ്മുടെ വിശ്വാസം നമ്മൾ ഖുർആനും ഹദീസിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ക്ലിയർ ആക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് ചുടലക്കാട്ടൂടെ പോകാം, പള്ളിക്കാട്ടൂടെ പോകാം. ഇവിടെ ഇപ്പൊ കയറി കൊള്ളുള്ള പേടിയില്ല. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ജിന്നാള് വരാതിരിക്കുകയല്ല ചെയ്യുന്നത്, ഈ മാനസിക രോഗം ഉണ്ടാകുന്നില്ല. മറ്റവൻ സന്ധ്യയായ പേടിയ, പുറത്തിറങ്ങാൻ പേടിയ, ശബ്ദം കേട്ടാ പേടിയ. അവന്റെ ഭാര്യക്കും കുട്ടികൾക്കും അവര് ദ്വാഫായിങ്ങളാ, ഹൃദയം വളരെ ലോലമായതാ, അവർക്ക് വേഗം കൂടുന്നു. സുന്നി സഹോദരിമാര് വെറും ഇങ്ങനത്തെ വിശ്വാസത്തിന്റെ ആൾക്കാരാണ്. അത് കേട്ട് അറിഞ്ഞ് ഇതിങ്ങനെ തലമുറകൾ കൈമാറുന്നത് കൊണ്ട് അവർക്കും ജിന്ന് കൂടുന്നു. സത്യത്തിൽ ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്റെ അറിവിൽ നമ്മളെ ഈ നേതാക്കന്മാർക്ക് ആർക്കും ജിന്ന് കൂടിയിട്ടില്ല, ശൈത്താൻ ബാധ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവൂല, ഇനിയൊട്ടും ഉണ്ടാവൂല. ഇനി പഴയ കാലത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇനി ഉണ്ടാവൂല. ഈ വിശ്വാസം നിൽക്കുമ്പോ ഇത് മനുഷ്യനെ കുത്തിത്തിരിപ്പാക്കി പേപ്പിക്കുന്ന വിശ്വാസ. അതുകൊണ്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് നിഷേധിക്കുന്നത്? ഇങ്ങനത്തെ യാഥാർത്ഥ്യം ഇല്ലാത്ത കൊണ്ട്, വിഡ്ഢിത്തമായതുകൊണ്ട് നമ്മൾ ഇതിനെ എതിർക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം, ഈ പിശാച് വരുന്ന കോലും എന്ന് പറയുന്നതിൽ വളരെ കുറഞ്ഞ ഒറ്റവാക്കിൽ മാത്രം ഞാൻ ഉത്തരം പറഞ്ഞുതരാം. വൈസ് സയ്യനലഹും അഅമാലഹും വഖാല ലാ ഗാലിബ ലക്കും അൽയൗം എന്ന് പറഞ്ഞ അംഫാൽ സൂറത്ത് 40-ാമത്തെ ആയത്തില്, അതുപോലെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം, പിശാചിന് രൂപം മാറി വന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ യഥേഷ്ടം ഇടപെടാനും ഇടപഴകാനും സാധിക്കുമെന്നതിന് തെളിവാണ്. ഈ ആയത്തും ബുഖാരിയിലെ ഹദീസും നിഷേധിക്കാൻ എന്തു ന്യായമാണുള്ളത്? ഞാൻ ആദ്യം ഹദീസിനെ സംബന്ധിച്ച് പറയാം. അതായത് നമ്മളെ സഹോദരങ്ങള്, നമ്മുടെ ഈ പുതിയ സഹോദരങ്ങള് ജിന്നുകൾ രൂപം മാറി വരും, കോലം മാറി വരും. നമ്മൾ പറയും അങ്ങനെ ഉണ്ടാകൂല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, ജിന്നുകളെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതിന് പരിശുദ്ധ ഖുർആന് സൂറത്ത് അറാഫിലെ 27-ാമത്തെ ആയത്തു തെളിവുമാണ്. അപ്പോഴാണ് ഇവര് പറയലേ ഒന്നിലെ മടവൂരി അല്ലെങ്കിൽ വഹാബി ഇതിലില്ലേ, എവിടെ ഇമാം ബുഖാരിന്റെ സ്വഹീഹിലില്ലേ, അബീ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസില്ലേ, അദ്ദേഹം പറയുന്നു റമദാനിലെ സ്വത്ത്, സക്കാത്തിന്റെ സ്വത്ത് ഏൽപ്പിക്കാൻ നോക്കാൻ അള്ളാഹുന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ചു. ഒരു ചങ്ങാതി വന്നു, നിങ്ങൾക്കറിയാം ഹദീസ്, നിങ്ങൾക്കറിയാം, വായിക്കുന്നില്ല, പറയുന്നില്ല. ഒരാൾ വന്നു, അങ്ങനെ ചോദിച്ചു, കൈ പിടിച്ചപ്പോ നിങ്ങൾക്ക് കുട്ടികളും ഒക്കെ ഇടങ്ങാറാന്ന് പറഞ്ഞു വിട്ടു. ഇനിയുള്ള സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. നേരം വെളുത്തു, പിറ്റേന്ന് റസൂലുള്ള അബീ ഹുറൈറനെ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിനോട് അബീ ഹുറൈറ ഒരു കാര്യം പറഞ്ഞില്ല. ഒന്നും മിണ്ടുന്നതിന്റെ മുമ്പ് അബീ ഹുറൈറനോട് റസൂലുള്ള ഇങ്ങോട്ട് ചോദിച്ചു, മാ ഫഅല അസീറക്കൽ ബാരിഹ, ഇന്നലെ പിടിച്ച ആ ചങ്ങാൻ എന്താ ചെയ്തത്? ഇന്നലെ നീ പിടിച്ച ആ ചങ്ങാതിനെ, ആ അസീറിനെ, ബന്ധവസ്ഥാക്കിയവനെ എന്തു ചെയ്തു? ഇവിടെ എന്താ സംഭവിച്ചത്? എങ്ങനെ അബീ റളിയല്ലാഹു അൻഹു പറയാതെ റസൂലുള്ളാഹിക്ക് അത് അറിഞ്ഞത്? ബുഖാരിയുടെ ഹദീസിലുള്ള ലഫ്ളുകളാണിത്. ഇന്നലെ അയാളെ നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് അബീ ഹുറൈറ വിവരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ റസൂല് പറഞ്ഞു, ഒന്നോണ പറയുന്നവനാണ്, ഇന്നും വരും കേട്ടോ. എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അള്ളാഹുന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹിക്ക് ആ വിവരം കിട്ടി. അപ്പോൾ ആ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടാണ് പിശാചിനെ കാണാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂറത്ത് അഅറാഫിന്റെ വിശദീകരണത്തിൽ ഇബാറത്ത് ഞാൻ വായിക്കാതെ പോവുകയാണ്, പലപ്പോഴും നമ്മളെ സംസാരത്തിൽ വായിച്ചിട്ടുണ്ട്. ഇമാം നുഹാസും ഇമാം കുശൈരിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്ലീസിന് ശൈത്താന് കോലം മാറി വന്നാലാണ്, അവർ കോലം മാറി വന്നാലാണ് കാണാൻ സാധിക്കുക. അങ്ങനെ കോലം മാറി വരിക എന്ന് പറയുന്നത് ഇല്ലാ ഫീ വഖ്തി നബിയിൻ, നബിമാരുടെ കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ലിയകൂന ദാലിക ദലാലൻ അലാ നുബുവ്വതിഹിം, അവരുടെ നുബുവത്തിനുള്ള സാക്ഷ്യപത്രമായിട്ട് അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ പിശാച് കോലം മാറി വന്നാൽ കാണാൻ സാധിക്കും. എന്നിട്ട് ഇമാം നുഹാസ് പറഞ്ഞു,
അജ്റല്ലാഹുൽ ആദത ബി അന്ന ബനി ആദം ലാ യറൗനൽ ജിന്നൽ യൗം. ഇന്നു ശൈത്താനെ കാണാൻ സാധ്യമല്ല, കോലം മാറട്ടെ മാറായിരിക്കട്ടെ, അങ്ങനെ അള്ളാഹ് പതിവാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിവരിച്ചു കൊടുത്തു. കണ്ടോ? മൂന്നാമത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മൻ സഅമ അന്നഹു യറൽ ജിൻ, ഒരാൾ ജിന്നിനെ കണ്ടു എന്ന് പ്രഖ്യാപിച്ചാൽ അവൻ യവനാവട്ടെ, അബ്തല്ലാ ഷഹാദത്തുഹു ഇല്ലാ അൻ യകൂന നബിയൻ, അയാളുടെ ഷഹാദത്ത് സാക്ഷ്യം വഹിക്കലിനെ ഞാൻ ബാത്തിലാകും, തള്ളിക്കളയും. ഇല്ലാ അൻ യകൂന നബിയൻ, ആള് നബി അല്ലെങ്കിൽ. നബി ആണെങ്കിൽ കാണാം, നബി അല്ലാത്ത ഏതൊരാളും. ഇമാം ഷാഫി എന്നാ ജനിച്ചത്? 2-ാം നൂറ്റാണ്ടിന്റെ സെൻട്രൽ. റസൂലുള്ളാഹ് മരിച്ച് 155 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച മഹാനാണ്. അന്നത്തെ കാലത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു, ഇന്നൊരാൾ ഞാൻ ജിന്നിനെ കണ്ടു, കോലം മാറിയോ മാറാതെയോ വന്ന ആളെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ, മേലാൽ അവൻ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക, അക്കാര്യം നുണയനാണ് അവൻ. ഇമാം ഷാഫി കാണാത്തതാണ് ഇപ്പൊ ഇവര് കണ്ടുപിടിച്ച് കോലം മാറി വരും പറഞ്ഞത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്നാ പിന്നെ മറ്റോന്റെ കോലത്തിൽ ജിന്ന് കോലം മാറി വന്നല്ലോ, ആരെ കോലത്തില്? ഒരൊറ്റ സെക്കൻഡ്, അതുകൂടിയാണ് പറയാം നമുക്ക്. ഇനി പേക്കാൻ നിൽക്കണം കേട്ടോ. വൈസയ്യനലഹും അഅ്മാലഹും വഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനന്നാസ് വഇന്നി ജാറുൽ ലക്കും ഫലമ്മാ തറാത്തിൽ ഫിയതാൻ നകസ അലാ ഖബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൂൻ ഇന്നി അഖാഫുല്ലാഹ വല്ലാഹു ശദീദുൽ ഇഖാബ്. വിശദമായി പഠിക്കാൻ അംഫാൽ സൂറത്ത് 48-ാമത്തെ ആയത്താണ്. ബദർ യുദ്ധത്തിന്റെ സന്ദർഭമാണ്. പിശാച് അവർക്ക്, ശത്രുക്കൾക്ക് അവരുടെ പ്രവർത്തനത്തിനെ ഭംഗിയായി കാണിച്ചു കൊടുത്തു. എന്നിട്ടു അവൻ പറഞ്ഞു, പിശാചു പറഞ്ഞു, അവിടെ ശ്രദ്ധിക്കുക, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസി, നിങ്ങളെന്ന് ആർക്കും തോൽപ്പിക്കാൻ കഴിയൂല. ഓ ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളുടെ സഹായിയായിട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഫലമ്മാ തറാഅത്തിൽ ഫിഅത്താനി, അങ്ങനെ സൈന്യങ്ങൾ ഇറങ്ങുന്നത്, അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ, അതാണ് ഫിഅത്താനി ഉദ്ദേശിക്കുന്നത്. നകസ അലാ ഖബൈഹി, അവൻ പിന്തിരിഞ്ഞോടി. ഓ കാല, എന്നിട്ട് അവൻ പറയുകയും ചെയ്തു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളെ കൂട്ടം ഒഴിഞ്ഞു പോവുക. ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഈ സന്ദർഭത്തിൽ, ഈ വിഷയത്തില്, ഇത് സുറാഖത്ത് ബിനു മാലിക് ബിനു ജഅ്ശമിന്റെ ബനൂ ബക്കറിലെ കുടുംബത്തിൽപ്പെട്ട സുറാഖത്ത് ഒരു പൗരമുഖ്യനാണ്, ഒരു വലിയ നേതാവാണ്. അയാളുടെ രൂപത്തിൽ ഇബ്ലീസ് ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളുടെ കൂടെ വന്നു. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ എന്നെ ജയിക്ക, പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ട്. അപ്പൊ ഈ സുറാഖത്തുമായിട്ട് മുമ്പൊരു പ്രശ്നം ഉണ്ടായി. അവന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവര് ഇവിടെ ഖുറൈശികൾക്ക് ശത്രുക്കളായി എതിര് നിന്ന് യുദ്ധം ചെയ്യോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. അപ്പോഴാണ് സുറാഖത്ത് വന്നിട്ട് പറഞ്ഞില്ല, ഞങ്ങളെ കൂടെ ഉണ്ട്, പേടിക്കണ്ട. ഇത് ഇബ്ലീസ് കോലം മാറി വന്നതല്ലേ, ഇത് അള്ളാഹ് പറഞ്ഞിട്ടില്ല. സുറാഖത്തിന്റെ കോലത്തിൽ ഇബ്ലീസ് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ശത്രുക്കളോട് നേർക്ക് നേരെ നമ്മൾ ഈ പ്രസംഗിക്കുന്ന രൂപത്തിൽ പറഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ സുറാഖത്തിന്റെ കോലത്തിൽ വന്നു എന്ന് ചില തഫ്സീർ എഴുതിയ ആൾക്കാർ പറഞ്ഞു. അത് പൊക്കി പിടിച്ച് നമ്മൾ ആൾക്കാർ പറയുന്ന സുറാഖത്തിന്റെ കോലത്തിൽ ബദ്ർ യുദ്ധത്തിൽ ഇബ്ലീസ് വന്നില്ലേ മടവൂരി എന്ന് പറയാറുണ്ട്. ഇല്ല. എന്താ മനസ്സിലാ? അസ്സുആലുൽ അവ്വലു, ഇവിടെ 1-2 ചോദ്യം തഫ്സീറിലെ ഇതിന് എതിരു പറഞ്ഞ, ഈ വിശ്വാസത്തെ എതിർത്ത മഹാന്മാർ ആ കാലഘട്ടത്തിലുണ്ട്. സുറാഖത്തിന്റെ കോലത്തിൽ ബദ്ർ യുദ്ധത്തിൽ, നമ്മളെ ഈ ബദ്ർമാലുണ്ടല്ലോ, അല്ല മോയിൻകുട്ടി വൈദ്യരെ എഴുതിയ ബദ്ർ കിസ്സപ്പാട്ട്, അതിൽ വരെ ഇതൊക്കെ കാര്യമായിട്ട് ഈ ബദ്ർ ചീട്ടാൻ കോലം മാറി എന്നൊക്കെ അന്നത്തെ വിശ്വാസ ആൾക്കാർ അതായിരുന്നു. കിതാബ് കൂടുതൽ തിരയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ പോയില്ല. അഥവാ കണ്ടാൽ തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ നിന്നില്ല, ഒളിപ്പിച്ചു. ആ ഒരു കാരണത്താൽ അസ്സുആലുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യം, മൽ ഫായിദത്തു ഫീ തഗ്യീർ സൂറത്തി ഇബ്ലീസ് ഇലാ സൂറത്തി സുറാഖ, എന്തുകൊണ്ടാ സുറാഖത്തിന്റെ കോലത്തിലേക്ക് ഇബ്ലീസ് മാറിയത് എന്നൊരാൾ ചോദിച്ചാൽ, വൽ ജവാബു ബിഹി മുഇസ്സത്തുൻ അളീമത്തുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഇസ്സത്താണ്. ഇവിടെ ഈ വിഷയം നമുക്ക് ഈ രൂപത്തിൽ, 2 രൂപത്തിലെ കാണാം. ഇനി പിശാച് സുറാഖത്ത് ബിനു മാലിക്കിന്റെ കോലത്തിൽ വന്നു എന്ന് വെച്ചാൽ പോലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ? അത് മുഇസ്സത്തുൻ അളീമ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഇസ്സത്താണ് എന്നാണ് തഫ്സീലുള്ളത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലേ, മഹാന്മാർ പറഞ്ഞ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ മുഇസ്സത്തിന്റെ ഭാഗമായി പിശാചിന് കോലം മാറി വരാം.
അപ്പൊ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കോലത്തിൽ വന്നാൽ പോലും ഇത്രേ ആകുന്നുണ്ടുള്ളൂ. വൽഹാസിലു അന്നഹു ഇൻ ഖദറ അലാ ഹാദൽ മഅന ഫലിമ ലാ യഫഅലു ദാലിക ഫീ സായിരി വഖായിൽ മുസ്ലിമീൻ വഅൻ യഖ്ദറ അലൈഹി ഫകൈഫ അളഫ്തും ഇലൈഹി ഹാദൽ അമല ഫീ വാഖിഅത്തി ബദ്ർ അൽ ജവാബ് لعله تعالى انما غير صورته الى صورة البشر في تلك الواقعة اما في سائر الوقائع فلا يفعل ذلك التغير. കണ്ടോ, ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചോദ്യം റാസിമാം കൊടുക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമീങ്ങളുള്ള പല സംഭവങ്ങളും ഈ ഇബ്ലീസ് കോലം മാറി വന്ന് ശത്രുക്കൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് ഒരാൾ ചോദിച്ചാൽ മറുപടി പറയാനുള്ളത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ അല്ലാഹു തആല ലഅല്ലഹു തആല, ഈ ലഅല്ല എപ്പോഴാണ് നിങ്ങൾക്കറിയോ? ഉറപ്പില്ലാത്തപ്പോ അങ്ങനെയാവാം. ലഅല്ലഹു തആല അള്ളാഹ് അങ്ങനെ ചെയ്തതായിരിക്കാം. ഇന്നമാ ഗയ്യറ സൂറത്തഹു ഇലാ സൂറത്തിൽ ബശർ, മനുഷ്യന്റെ കോലത്തിൽ ഫീ തിൽക്കൽ വാഖിഅത്തി, ബദ്ർ യുദ്ധത്തിൽ മാത്രമേ അള്ളാഹ് അങ്ങനെ ചെയ്തതുള്ളൂ. അമ്മാ ഫീ സായിരിൽ വഖായി ഫലാ യഫഅലു ദാലിക തഗ്യീർ, മറ്റൊരു അള്ളാഹ് അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി പിന്നെ ഇബ്ലീസ് അവരോട് സംസാരിച്ചോ അങ്ങനെ കോലം മാറി വന്ന്? ഇല്ല. വ അത്മഅഹും അന്നഹു ലാ ഗാലിബ ലഹുമുൽ യൗമ മിനന്നാസി, നിങ്ങൾ ഇന്ന് ജയിക്കും എന്ന് അവരുടെ മനസ്സിൽ പിശാചി ഈ ആഗ്രഹം ആർത്തി വെച്ചുകൊടുത്തു. ഹസനലഹും ലഅനത്തുല്ലാഹി മാ ജാഉ ലഹു വമാ ഹമ്മു ബിഹി, ലഅനത്തുല്ലാഹി അഥവാ ഇബ്ലീസ് അവർക്ക് അങ്ങനെ സ്റ്റൈലായി മനസ്സിലാക്കി കൊടുത്തു ഇവര് വന്ന വിഷയം അതിൽ വിജയിക്കുമെന്നും. വ അത്മഅഹും അന്നഹു ലാ ഗാലിബ ലഹുമുൽ യൗമ മിനന്നാസി, ഇതാണ് കണ്ടോ. എന്നല്ല അതാര് പറഞ്ഞ? ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ നിശ്ചയിച്ച. അല്ലാതെ ഇബ്ലീസ് നേർക്ക് നേരെ പ്രസംഗിക്കുന്ന രൂപത്തിൽ മക്കളെ നിങ്ങൾ ആരും തോൽക്കൂല, നിങ്ങൾ വിജയിക്കുമെന്ന് സുറാഖത്തിന്റെ കോലത്തിൽ വന്ന് നേർക്കുനേരെ സംസാരിച്ചതല്ല, അവരുടെ മനസ്സിൽ ആ മോഹം ഇട്ടുകൊടുത്തു. ഇനി ഇബ്നു അബ്ബാസിന്റെ ഒറ്റ വാക്കുകൂടി. ابن عباس قال ابن عباس في هذه الآية لما كان يوم بدر سار إبليس برعايته وجنوده مع المشركين وألقى في قلوب المشركين أن أحد لن يغلبكم وأني جار لكم. ഇബ്ലീസ് അന്ന് അവൻ കൊടിയായിട്ട് വന്നു, അവന്റെ കൂടെ ഉള്ള ആൾക്കാരും, എന്നിട്ട് ശത്രുക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു നിങ്ങളെ തോൽപ്പിക്കാൻ ഇന്ന് ആരുമില്ല. അൽഖാ, മനസ്സിൽ ഇട്ടുകൊടുത്തു, നേർക്കു നേരെ പറഞ്ഞേക്കല്ല. ഇതാര് പറഞ്ഞതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് ഇബ്നു കസീർ പറഞ്ഞ. ഇപ്പൊ ആ വിഷയം മാറിയല്ലോ. ഇനി വിശദീകരണം ഇല്ലാത്ത ഒരു ചോദ്യം കൂടി മാത്രം. പിന്നെ അതായത് മുക്കാലിന് ഷാർപ്പ് മുക്കാലിന് നമ്മൾ നിർത്തും ഇൻഷാ അല്ലാഹ്. ഇവിടെ അടുത്തൊരു ചോദ്യം, നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഇടങ്ങേറുണ്ടാക്കുന്ന ചോദ്യമുണ്ട്. എന്താ? കാര്യപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും കാര്യപ്പം ഈ നമ്മൾ ന്യായീകരണം അഹ്ലുസുന്നയുടെ പൗരാണിക പണ്ഡിതന്മാരും ആധുനിക ഗൾഫ് പണ്ഡിതന്മാരും അതായത് അതിൽ നിന്ന് ഭൂരിപക്ഷ ആൾക്കാർ ജിന്നുബാധയെ അംഗീകരിക്കുന്നവരല്ലേ? നമ്മളെ ചെറുപ്പക്കാരോട് നമ്മളെ ആൾക്കാരോടൊക്കെ നമ്മളെ ഈ പുതിയ ജിന്ന് ശൈത്താന്റെ ആൾക്കാർ വന്നു പറയലെന്താ? നിങ്ങൾ ഗൾഫിൽ വന്നു നോക്കി, അവിടത്തെ ഷെയ്ഖന്മാര് ഗൾഫിൽ എല്ലാ പണ്ഡിതന്മാരും ഇതിന്റെ ആൾക്കാരാണ്. ഒരു വാദം അങ്ങനെ. രണ്ട് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാര്, ആദ്യമൊക്കെ നമ്മൾ ഈ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് ഇങ്ങനെ ആവർത്തിച്ചു പറയല് നമ്മളെ സുന്നി ആൾക്കാരായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് സ്വീകരിച്ച് തന്നെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന് ഈ കാലത്തല്ല, കുറെ കാലം കഴിഞ്ഞ ശേഷം. അന്ന് മുസ്ലിമീങ്ങൾ എന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് യഥാർത്ഥ തൗഹീദിന്റെ ആൾക്കാർ നമ്മൾ പറയുള്ളൂ. ഇപ്പൊ ഈ ആൾക്കാരാണ് വല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാര് എന്ന് പറഞ്ഞത്. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷ ആൾക്കാരും ഗൾഫ് പണ്ഡിതന്മാരും ഒക്കെ ഇതിന്റെ ആൾക്കാരല്ലേ? അല്ല. അവിടൊക്കെ കുറെ മനസ്സിലാക്കാണ്ട്. നമ്മളെ ഈ ടൈമിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. ഗൾഫിൽ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഇപ്പൊ എതിർക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും ചില പ്രസംഗങ്ങളിലൊക്കെ ക്ലിപ്പ് തന്നെ വെച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. സൗദി അറേബ്യയിലും കുവൈത്തിലുമുള്ള അബ്ദുല്ലാഹി നൂരി എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ കുവൈത്തില് പിന്നെ ഉണ്ടായിരുന്നു, അറിയപ്പെട്ട പണ്ഡിതൻ. ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കണ്ടിട്ടോ, വിക്കിയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണ്ടി. മഹാനായ അബ്ദുല്ലാഹി നൂരി, അദ്ദേഹമൊക്കെ ഈ പിശാചി കൂടലിനെ അതിശക്തമായി എതിർത്ത പണ്ഡിതനാണ്. വേണ്ട, നാഷണൽ ടിവിയിൽ കുവൈത്തില്
ഈ പെണ്ണുങ്ങളെ മന്ത്രവാദം നടത്തിയിട്ട് ആടിക്കൊഴണേനെ ഇങ്ങനെ ചാടലാണല്ലോ ശൈത്താൻ കൂടി അറിയാണ്ട്. അതിന് ശേഖന്മാര് പോയിട്ട് ഇങ്ങനെ ആത്മാർത്ഥല്ലാതെ ഒരു മനസ്സ് തട്ടാതെ ഇതെന്തോ ഒരു പണി, പർലസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന, ജുമാന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നത് വലിയ കാര്യമാണ് എന്ന് പറയുന്ന സുന്നികൾ, നമ്മുടെ സുന്നി സഹോദരന്മാർ ആ കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ നോക്കണ്ടി. അത് കയ്യമത്തെ ഉണലും പൊട്ടിച്ച് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി വാച്ചിട്ട് ടൈമും മൊബൈലിലെ കളിയും ആമി ഇങ്ങനെ പറയും. പടച്ചോനോട് കാര്യം പറഞ്ഞ കോലാപ്പതേ ഒരാത്മാർത്ഥില്ല എന്ന മാരിക്ക് മറ്റേല് ജിൻ 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 ഇങ്ങനെ പറയല. ഈ മന്ത്രവാദം റുക്കിയഷറയ്യാറിന ഗൾഫത്തെ ചില കാര്യങ്ങള് ഒരാത്മാർത്ഥ ഇല്ലാതെ ഒരു പണി എന്നുള്ള നിലക്ക് ഇതിനൊക്കെ ശക്തമായിട്ട് പരിഹസിച്ചുകൊണ്ട് അതിശക്തമായി എതിർക്കുന്ന പണ്ഡിതന്മാർ നാഷണൽ ടിവിയിലൊക്കെ കുവൈറ്റിലൊക്കെ ഉണ്ട്. അതുപോലെ അറബി ഇവിടെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുണ്ട്. അപ്പോ സാമാന്യവൽക്കരിച്ച് എല്ലാവരും ഇങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ എന്നല്ലേ കുറെ ആൾക്കാരുണ്ട്, ആലിമ്യങ്ങളുണ്ട്. നമ്മൾ നോക്കുക, മുജാഹിദുകളായ നമുക്കൊരു നിലപാടില്ലേ, നയമില്ലേ? എന്താ? ഇമാമിങ്ങളല്ല വലിയവര്, വലിയ ഇമാമും മുത്തുറസൂലുള്ളയാണ്. ഏതു ഇമാമിനേക്കാളും വലിയ ഇമാമും മുത്തുറസൂലുള്ളയാണ്. പിന്നീട് ഒരു സാക്ഷാൽ ഇമാമുണ്ടല്ലോ, മാ ഇമാമുക്ക് എന്ന് ഖബറിന് ചോദിക്കുമ്പം അൽ ഖുർആനു ഇമാമി എന്ന് പറഞ്ഞ സാക്ഷാൽ വലിയൊരു ഇമാമ്. ഈ രണ്ടു ഇമാമുകൾ പറഞ്ഞതിനോട് യോജിച്ച് ഏത് മൂല്യറ്റി പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും, അല്ലേ? ഇത് സത്യത്തിനുള്ള പ്രതിബദ്ധതയാണ് നമുക്ക് ഏറ്റവും വലുത്. അള്ളാഹുവിനോവും അവന്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ള. ഇതിനെതിര് പറഞ്ഞാലോ എതിന് പറഞ്ഞവരെ അനുസരിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമുക്കില്ലാത്തത് കൊണ്ട് ഏത് വലിയ മഹാനാണെങ്കിലും നമ്മൾ മാറ്റി നിർത്തും. ഇപ്പൊ ബഹുമാന്യനായ എം.എ. സുല്ലമി ഇവിടെ പ്രസംഗിച്ചപ്പോ സംസാരിച്ചല്ലോ, ഈ ബിസ്മി ചെല്ലുന്നതോ നെഞ്ചത്ത് കൈകെട്ടുന്നതിനെ പറ്റിയല്ലോ പറഞ്ഞ് ആണ്. നെഞ്ചത്ത് കൈകെട്ടുക എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത് നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ മീൻസ് മനസ്സിന്മേൽ, ഹൃദയത്തിന്മേൽ എന്നാ. സത്യം പറയാൻ 4 മദ്ഹബിന്റെ ഇമാമുകളും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. മാലിക് ഇമാം, ഹംബലി ഇമാം, പിന്നെ അബൂ ഹനീഫ ഇമാം, ഷാഫി ഇമാം. ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ എത്ര ഇമാമിങ്ങളുണ്ട്? ഇവരൊക്കെ ഇതിനെ അംഗീകരിക്കാത്ത ആൾക്കാർ. ഷാഫി മദ്ഹബില് പറഞ്ഞതെന്താ? മാബൈന സുറ, മുക്കളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ കെട്ടുക. പക്ഷേ നിഹായ പോലെയുള്ള ഷാഫി മദ്ഹബിലെ കിതാബിൽ കാണാം അവർ നെഞ്ചിന്റെ താഴെ എന്നാ പറഞ്ഞത്. നിഹായയിൽ പറഞ്ഞു നെഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൃദയത്തിന്മേൽ അല അഷ്റഫി അലായി, ഒരു മനുഷ്യന്റെ അവയവത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയെ വെക്കുകയാണ്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയത് ഹൃദയം എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെയാണ്. അപ്പൊ അവിടെ വെക്കുകയാണ്. അവരും ഈ പള്ളമേന്നല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞതിന് അഷ്റഫുൽ അലാമ വെക്കുക എന്നേ ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന മാരിക്ക് സ്വല്ലാബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇടത്തെ കൈമേൽ വലത്തെ കൈ വെച്ചു. അലാ സ്വദ്രിഹി, നെഞ്ചത്ത് കൈവച്ചു. നെഞ്ചത്ത് എന്ന് പറയുമ്പോ നെഞ്ചിന്റെ മുകളിൽ എന്നല്ല, ഇവിടെ കൊണ്ട് ഇങ്ങനെ കൊളത്തി വെക്കണ്ട. ഉദ്ദേശം എന്താ? മനസ്സുമേൽ ശപഥം ചെയ്തുകൊണ്ട് മനസ്സ് തൊട്ട് പറയുക, ഇന്ന സ്വലാത്തി വനുസുക്കി ഓ മഹയായ ഒമാത്തി. അത് ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കുന്ന ശൈലിയാണ്. നിന്റെ നെഞ്ചത്ത് കൈവച്ച. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എന്തിനാക്കാറ്, ഇതിന്റെ മസല പഠിപ്പിക്കലല്ല ഇവിടെ ഉദ്ദേശം. 4 മദ്ഹബിലെ 10,000 പണ്ഡിതന്മാര് നെഞ്ചത്ത് കൈ കെട്ടണം എന്ന് പറഞ്ഞില്ല. എന്നിട്ടും നമ്മൾ അതിനു വേണ്ടി ശബ്ദിക്കുന്നു. ഒരു മുജാഹിദിനെ തിരിച്ചറിയാം, വേഗം പറ്റുന്ന പണി എന്താ? അവനെ കൈ നോക്കിയാൽ മതി. അത്രമാത്രം നമ്മൾ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തു എന്നുള്ള സഹിയായ ഹദീസ് ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹിയായ ഹദീസ് ഒരു കാര്യത്തിൽ വ്യക്തമായാൽ പിന്നെ അവിടെ ഷാഫിമാം എന്തേ പറഞ്ഞത്, നബിമാം എന്താ പറഞ്ഞത്, റാഫിമാം എന്താ പറഞ്ഞത്, അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെയും പുറത്തുള്ള എത്ര പണ്ഡിതന്മാര്, നബിമാമ്, റാഫിമാമ്, റംലിമാമ്, ജലാലുദ്ദീൻ സുയൂത്തി, ജലാലുദ്ദീൻ മഹല്ലി, അയ്യൂബി, ഉമൈറ, അബൂ സക്കരിയ അൻസാരി, ഇമാമുൽ ഖിബ്ലത്തൈൻ, ഇമാം ഗസ്സാലി, ഫഖ്റുദ്ദീൻ റാസി, ഇമാം ഖഫാലി, അല്ലാമ ഷർബീനി, ഇമാം ഷെർവാനി, ഇബ്നു ഖാസിം, ബൽഖീനി, ഇവരൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ലോകത്ത് അറിയപ്പെടുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. ഇമാം ഷാഫി ലോക മുസ്ലിം ഇമാമുകളുടെ കൂട്ടത്തിൽ മികച്ചു നിൽക്കുന്ന മഹാനാ. ആ മഹാനെ നമ്മൾ ഒഴിവാക്കിയല്ലോ. നെഞ്ചത്ത് ഞങ്ങൾ കൈയ്യട്ടൂലാണ്. ഷാഫി ഇമാം അല്ല,
ഞങ്ങൾ പള്ളമേ കൈയിട്ടൂല ഇമാം ഷാഫിയെ, ഞങ്ങൾ നെഞ്ചത്തെ മനസ്സുമലേ കൈയിട്ടുള്ളൂ. കാരണം ഞങ്ങളുടെ വലിയ നേതാവ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഈ ജിന്ന് കൂടി എന്ന് പറഞ്ഞ ആൾക്കാർ ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന പുതിയ ഈ കീഴ്വഴക്കം ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഉള്ള വലിയൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാവോ? എന്താ ഇബാദല്ലാഹി അഅ്നൂനി, യാ ഇബാദല്ലാഹി അഅ്നൂനി. നമ്മൾ പറഞ്ഞു അത് ശിർക്കാണ്, ഈ ജിന്നിന് ശൈത്താനൊക്കെ ഒന്ന് വിടടോ, അള്ളാഹിന്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞു. അതിന് ന്യായങ്ങളൊക്കെ പിന്നെ പറയലുണ്ട് നമ്മള്. അപ്പൊ ഈ ചങ്ങാതിമാർ പറഞ്ഞു ഇമാം അഹ്മദ് ബിൻ ഹംബല്, അതൊരു ചോദ്യമായിരുന്നു കേട്ടോ. ഇവിടുത്തെ 6ാമത്തെ ചോദ്യം ഞാൻ ഒഴിവാക്കി, നമ്മളെ സമയമില്ലാത്തതുകൊണ്ട്. ഇനി ഇവിടെ വന്ന ചോദ്യം ഉണ്ട്, മുക്കാലം നിർത്തുന്നു പറഞ്ഞിട്ട് ഇത് ഒറ്റ വാക്ക് പറയാ, 1ഓ 2ഓ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകാം. ഇവരിപ്പോ എന്താ പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്തോ, നവവി ഇമാം ശിർക്ക് ചെയ്തോ? അങ്ങനെയല്ല ഇവരെ ചോദ്യം. ഖുറാഫികൾ മുമ്പ് ചോദിച്ച ചോദ്യമാണ്. കണ്ടോ, ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കിതാബ് പറഞ്ഞല്ല അതുക്കാൽ ഇത് ഇമാം നവവി പറയുന്നുണ്ട്. കബറിങ്ങൽ റസൂലുള്ളാഹിന്റെ കബറിങ്ങ പോയി അവിടെ സിയാറത്ത് ചെയ്യുമ്പം ബിഹി, അള്ളാഹുവിന്റെ റസൂൽ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് ശുപാർശ തേണമെന്ന. എന്നാ ഈ ചങ്ങായിമാര് നബി ഇമാമൻ ഇവിടെ അംഗീകരിക്കോ? ഇവിടെ അംഗീകരിക്കൂല, അത് ഞങ്ങൾ കിട്ടൂല. എന്നാ ജിന്ന് തേടി എന്ന് പറഞ്ഞു കൊടുത്തോ, അവിടെ നബി ഇമാമനെ പറ്റും. ഇനി ഇതിൽ തന്നെ നബി ഇമാം പറയേണ്ട ഒരു മനുഷ്യനെ കാല് കോച്ചിയാൽ അവൻ യാ മുഹമ്മദ് എന്ന് വിളിക്കണമെന്ന് ഇബ്നു ഉമറിന്റെ ഹദീസ് എടുത്തു കൊടുക്കണ നബി ഇമാമ്. നിങ്ങളെ കാല് കോച്ചിയാല്, കാല് ഉളുക്കിയാല്, ഇവിടെ തട്ടിത്തടഞ്ഞ് വീണാല് നമ്മൾ ആരെങ്കിലും ഒരു മുജാഹിദ് യാ മുഹമ്മദ് വിളിക്കുവോ? അങ്ങനെയാണ് ഹദീസിലുള്ള കേട്ടോ. അങ്ങനെ ആ പറഞ്ഞ തനി കള്ളത്തരാനുള്ള ആ പ്രയോഗം തന്നെ മതി. കാരണം അള്ളാഹുന്റെ റസൂലിനെ യാ മുഹമ്മദ് എന്ന് വിളിക്കരുത്. മുഹമ്മദെ, അബ്ദുറഹ്മാനെ, അബ്ദുസലാമെ, അബൂബക്കറെ എന്ന് വിളിക്കുന്ന പോലെ വിളിക്കരുത്. ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് നിരോധിച്ചതിന് ശേഷം ഒരൊറ്റ സഹാബി അങ്ങനെ വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് റസൂലുള്ളാഹി നോക്കി വിളിച്ചിട്ടില്ല. എന്നിട്ട് ഹദീസിൽ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ കാലശേഷം കാല് കോച്ചിയപ്പോ ആരോ പറഞ്ഞോലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ പറഞ്ഞോ അല്ലെങ്കിൽ വിളിച്ചോ. അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞു പോലും യാ മുഹമ്മദ് നബിയേന്ന് വിളിച്ചോന്ന്. ഇത് നബിമാം പറഞ്ഞ അദ്ദേഹത്തിന്റെ കിതാബുള്ള. എന്നാ നബിമാം വലിയ മഹാനാണ് വെച്ചാൽ അതിന്റെ കൂടെ പോകാൻ ഇവരെ കിട്ടുവോ? ഇവരെ കിട്ടില്ല. മുജാഹിദുകളായ നമ്മളെ എന്തായാലും കിട്ടൂല. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതു ഇമാമിനെയും നമ്മൾ, ഇതൊരു ഖുറാഫാത്തിന്റെ ചോദ്യ. ഇതിൽ ശിർക്കുണ്ട് എന്ന് ഏത് ഇമാമാ പറഞ്ഞു? ഇപ്പത്തെ ഒരു പുതിയ ചോദ്യത. ഇബാദല്ലാഹി അഅ്നൂനി, ആ പറഞ്ഞ അത് വിളിച്ചാൽ തേടിയാൽ പറഞ്ഞാൽ അതിൽ ശിർക്കാന്ന് ഏത് ഇമാമാ പറഞ്ഞത് എന്നാ? ഏത് ഇമാമാ പറയണം നമുക്ക്? ഈ ഹദീസ് തന്നെ കള്ള ഹദീസാണ് ബോധ്യായ പിന്നെ കള്ള ഹദീസിന്റെ പേരിൽ ചർച്ച ചെയ്യണോ? വേണ്ടല്ലോ. ആദം നബി തവസ്സുല് ചെയ്തു. അങ്ങനെയാണോ ആരെ കൊണ്ട്? അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് കള്ള ഹദീസ് ഉണ്ടാക്കിയ. നബിദിനത്തിന്റെ കാലത്ത് പല മൗലിയമാരും പ്രസംഗിക്കണതാ. നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ ഹദീസ് ഇങ്ങനെ കിള്ളിക്കഴിച്ച് നോക്കല്ല. ആദം നബി അള്ളാഹുവിൽ നിന്ന് ചില കെലിമത്തുകളെ കിട്ടി. അപ്പൊ ഫഖാല റബ്ബനാ വലംനാ അൻഫുസനാ ആയത്ത് കൊണ്ട്, അതുകൊണ്ട് ഈ കള്ള ഹദീസ് സ്ഥാപിച്ചു, സനത് കൊണ്ടും. ഇപ്പൊ ഇവര് പറഞ്ഞത് ഇത് ശിർക്കാണ്. നബിദിനം ഹറാം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ ആയത്തുണ്ടോ? അപ്പൊ മൂല്യന്മാരുടെ ചോദ്യം, നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ആയത്തുണ്ടോ? അതേ ചോദ്യമാണ്. അതേ ഖുറാഫാത്ത് മനസ്സിൽ കയറിയപ്പോൾ ചോദ്യത്തിലും പ്രയോഗത്തിലൊക്കെ. ഞാൻ നിർത്തുന്നു ഈ വിഷയം. പിന്നെ ഒറ്റ കാര്യം കൂടി. നമ്മൾക്ക് ഏറ്റവും വലിയ ഇമാമ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഖബറിൽ ചോദിക്കുന്ന ഒരു ഇമാമാണ് ഖുർആൻ, അൽ ഖുർആനു ഇമാമി. ഇത് രണ്ടുമാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുജാഹിദിന്റെ നമ്മൾക്ക് ഏറ്റവും പ്രതിബദ്ധതയുള്ള നമ്മുടെ ആദർശത്തിന്റെ നെടും തൂണുകൾ. ഇതിലുണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞാലും അംഗീകരിക്കും. ഇതിലില്ലെങ്കിൽ ഇതിന് വിരുദ്ധമായ, ഇത് മോശാന്ന് പറഞ്ഞ കാര്യങ്ങൾ ആര് കൊണ്ടുവന്നാലും നമ്മൾ അംഗീകരിക്കാൻ റെഡിയല്ല. അതെവിടെ ഉള്ളൂ. എല്ലാ മഹാന്മാരും വലിയവർ തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ മഹാൻ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ കിട്ടിയ ചോദ്യങ്ങളുടെ അവസ്ഥ ഞാനൊരു ഒറ്റനോട്ട് നോക്കിയപ്പോ നമ്മളെ ഇന്നത്തെ സംസാരത്തിന്റെ വിഷയമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണ്. പിന്നെ ഒരു മുഖാമുഖത്ത് പോലും ചിലപ്പം സ്വീകരിക്കില്ല. അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ. ഞാനൊരു ഉദാഹരണത്തിന് 1-2 ചോദ്യം മാത്രം പറഞ്ഞുതരാം. പിന്നെ ടൈമില്ല. കണ്ടോ, എന്നോട് ഇപ്പൊ മുക്കാലിന് നിർത്താൻ വേണം, എന്നാൽ അതപകേടാണ്. ഒരു ചോദ്യം നോക്കുക. ഇത് വേഗം പറഞ്ഞ ചോദ്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇത്തിബാഴ് എന്ന് സംസാരിച്ചുവല്ലോ, എന്താണ് അർത്ഥം? നമ്മുടെ പിന്നെ ഒരു ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ ഒരാൾ എഴുതുന്ന. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു ഇത്തിബാഴ്. അത് കേട്ട സഹോദരന് മനസ്സിലായില്ല എന്താ ഇത്തിബാഴ്. ഇത്തിബാഴ് എന്ന് പറഞ്ഞാൽ പിൻപറ്റുക, പിന്തുടരുക എന്നാണ് ഭാഷയിൽ അർത്ഥം. ഇത്തിബാഉ നബി എന്ന് പറഞ്ഞാൽ നബിനെ പിൻപറ്റുക. അള്ളാഹുന്റെ റസൂല് കൊണ്ടുവന്ന് വാചികമായിട്ടും പ്രാവർത്തികമായിട്ടും മൗനമായിട്ടും കൊണ്ടുവന്നതിനൊക്കെ അംഗീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം.
അത് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞതാ. വേദനയോ വിഷമങ്ങളോ ഉണ്ടാവുമ്പോൾ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിനോട് ചേർത്തും തനിച്ചും മാ എന്ന് വിളിക്കുന്നത് ശിർക്ക് തന്നെയല്ലേ? അല്ല മോനെ, അത് എഴുതുന്ന മോനെ അവിടെ ഉണ്ടെങ്കിൽ അത് ശിർക്കേ അല്ല. എന്റെ അമ്മാനെപ്പ ഞാൻ ഇവിടെ തട്ടി തടഞ്ഞ വികുമ്പം മേ എന്ന് വിളിച്ചാല് പിന്നെ എന്റെ നാട്ടില് എന്റെ പാവ ഉമ്മ അത് കേട്ടു എന്നോ എന്റെ കുട്ടിക്ക് വല്ലതും പറ്റിയെന്നോ ഇത് ഉമ്മ അറിയുകയോ കാണുകയോ കേൾക്കുകയോ ഉമ്മാക്ക് എന്നെ സഹായിക്കാനുള്ള വല്ല കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയോ ചെയ്യുന്നേ ഇല്ല. ഒരു കാര്യം ശിർക്കാവല് ഒന്ന് നീട്ടി വിളിച്ചു എന്നതുകൊണ്ടല്ല ശിർക്കാവല്. നേരെ മറിച്ച് മൊഹീദ്ദീൻ ഷെയ്ഖിനൊപ്പം മൊഹീദ്ദീൻ ഷെയ്ഖ് യാ ഔദ് മൊഹീദ്ദീൻ എന്ന് പറയുമ്പം ശിർക്ക് വരുന്നത് 800 കൊല്ലം മുമ്പ് മരിച്ചുപോയി ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട എന്റെ വാപ്പാനും വല്യാപ്പാനും ഒന്നും അറിയുകയോ കാണുകയോ ചെയ്യാത്ത മൊഹീദ്ദീൻ ഷെയ്ഖിനെ അബൂബക്കർ നസാഫ് എന്ന് പറഞ്ഞ ആള് നവോത്ഥാന നഗറിൽ എന്നെ വിളിക്കുന്നുണ്ട്. ഇവിടെ മാഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ ലക്ഷങ്ങളൊന്നും കവിന്റെ രൂപത്ത ഈ ജനങ്ങളുടെ ഇടയിൽ ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വിളിക്കുന്ന മൂപ്പർക്ക് ഇന്ന പ്രശ്നം എന്ന് കണ്ടറിഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം കണ്ടറിഞ്ഞു മനസ്സിലാക്കി ഉത്തരം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഒരാൾ യാ ഔസു യാ മുഹയ്യദ്ദീൻ എന്ന് വിളിക്കുന്നത്. ഉമ്മാനെ വിളിക്കുമ്പം ഒരു മുജാഹിദിനും അങ്ങനത്തെ നിയ്യത്തില്ല, ഒരു സുന്നിക്ക് അത്രയില്ല. അങ്ങനെയാണെങ്കിൽ ഗൾഫിലെ ആൾക്കാർ ഉമ്മാക്ക് ഫോൺ ചെയ്യണ്ടല്ലേ, മേതാണ്ട് വിളിച്ചാൽ മതിയല്ലോ. ഏതെങ്കിലും സുന്നി അങ്ങനെ വിളിച്ചു കാണുന്ന നിർത്തലുണ്ടോ? ഉമ്മാക്ക് ഫോൺ ചെയ്യലല്ലേ. അതിനർത്ഥം എന്താ? ഉമ്മ അത് കേൾക്കുന്നതെന്ന് വിശ്വസിക്കുന്നില്ല, ഉമ്മ അത് അറിയുന്നതെന്ന് വിശ്വസിക്കുന്നില്ല, ഉമ്മ ഉത്തരം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമില്ല. പിന്നെന്താ? ഒരു വേദനയുടെ പ്രതീകം തന്നെയുമല്ല. ഒരു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്ന ആദ്യം 99.99% ബാക്കിയിൽ ഉമ്മ നികാരം. അത് ആ കുട്ടീന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലുള്ള അതിന്റെ ഒരു പ്രതീകം എന്നതൊക്കെ ഉമ്മ എന്ന് വിളിക്കൽ അതൊട്ടും ശിർക്കല്ല. പിന്നെ ഇനി സഹോദരങ്ങളെ ദുഃഖത്തോടെ പറയട്ടെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരുപാട് കുത്തിക്കുറിച്ച വലിയ ഇതാണ്. എനിക്ക് തന്നെ ലിമിറ്റും തെറ്റിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളിത് കഴിഞ്ഞാൽ പലപ്പോഴും പല സ്ഥലത്തും നല്ല മുഖാമുഖങ്ങൾ നടക്കും, അവിടെ വെച്ച് ചോദിക്കുക. ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത ടൈമിന്റെ കമ്മി കൊണ്ട് പറ്റാൻ കഴിയാത്തതിൽ ഇതിന്റെ ചോദ്യകർത്താക്കളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അള്ളാഹു ഹക്ക് മനസ്സിലാക്കാനും ഹക്കിൽ അടിയുറച്ചു നിൽക്കാനും ഹക്കിലായി ജീവിച്ചു മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജന്നൽ പിശാച് വിഷയത്തിൽ ഉദ്ഘാടനമായി വിഷയം അവതരിപ്പിച്ച ബഹുമാന്യായ അബൂബക്കർ നസഹ് മൗലവിക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബൈത്തുർ റഹ്മയിലെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് യുവത ബുക്ക് സ്റ്റാൾ സന്ദർശിക്കാനും മറ്റു കൗണ്ടറുകൾ സന്ദർശിക്കാനും അതേപോലെ നമസ്കാരത്തിനു വേണ്ടി ഒഴിവെടുത്ത് ഒരുങ്ങാനും എല്ലാം തന്നെയുള്ള സമയമാണ്. പരമാവധി ഉപയോഗപ്പെടുത്തും.